കാൽവറിയിൽ നമ്മുടെ കർത്താവായ ശംസിഹ യാഗമായി തീരുമ്പോൾ പരിശുദ്ധ അമ്മ യോഹന്നാൻ്റെ കൈകളിലേക്ക് യേശുവിനാൽ ഏൽപ്പിക്കപ്പെട്ടു. യോഹന്നാൻ പരിശുദ്ധ മാതാവിനെ അവൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ കെട്ടിത്തൂങ്ങി ചത്തു. ബാക്കി 10 പേരെ അതിഭീകരമായി കൊന്നു. അതിഭയാനകമായ മരണത്തിന് അവർ വിധേയരായി. എന്നാൽ യോഹന്നാനെ കൊല്ലാൻ ഒരു രാജാവിൻ്റെയും ചക്രവർത്തിയുടെയും വാളുകൾക്ക് സാധിച്ചില്ല. യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. എന്നിട്ടും അവൻ്റെ പ്രാണൻ പോയില്ല. മാതാവിൻ്റെ മധ്യസ്ഥതയുടെ സംരക്ഷണയിൽ ജീവിച്ച യോഹന്നാൻ ഭൂമിയിലെ മനുഷ്യരാൽ കൊല്ലപ്പെടാൻ കഴിയാത്തവനായി. ഡയക്ലീഷ്യൻ ചക്രവർത്തി കുറ്റവാളികളെയും മരിക്കാനുള്ളവരെയും വലിച്ചെറിയുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ യോഹന്നാന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാൻ സാധിച്ചാൽ നമുക്ക് ഇങ്ങനെ തോന്നും, സഹകൂട്ടുകാരെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ ഇനി തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ജീവിതത്തിൽ അടിമപ്പെട്ട യോഹന്നാൻ, കാട്ടുമൃഗങ്ങൾക്കും ഹിംസ്ര ജന്തുക്കൾക്കും ഇരയാകാനുള്ള ഒരു ജീവിതമായല്ലോ തൻ്റെ ജീവിതമെന്ന് ചിന്തിച്ചിരിക്കേണ്ട യോഹന്നാൻ, പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഒന്നുമില്ലാത്ത ഒരു യോഹന്നാൻ, ചുരുക്കി പറഞ്ഞാൽ നിരാശയും സങ്കടവും വേദനയും സ്വയം പഴിയലുമായി ജീവിക്കേണ്ട ഒരു യോഹന്നാൻ. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെയെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഈ കസേരകളിൽ ഉണ്ടാകാം. യോഹന്നാൻ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും വെളിപാട് പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം, കർത്താവിന്റെ ദിനമായപ്പോൾ കർത്തൃദിനത്തിൽ അവൻ ആത്മാവിൽ ലയിച്ചിരിക്കെ, ആമേൻ, കർത്താവിന്റെ ദിനത്തിൽ തന്റെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളെയും പ്രത്യാശയില്ലായ്മയും ഓർക്കാതെ അവൻ കർത്താവിൽ സ്വർഗത്തിലേക്ക് നോക്കി ആരാധിച്ച ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെത് പോലെയുള്ള ഒരു ശബ്ദം അവന്റെ കാതുകളിലേക്ക് ആഞ്ഞടിച്ചു. ഒരു ദൂതൻ അവനോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു, എഴുതുക, നീ കാണുന്നത് എഴുതുക. എഫേസസ്, സ്പർഗ, തിയതീറ, സർദീസ്, സ്മിർന, ഈ സഭകളിലേക്കെല്ലാം എഴുതുക. അവൻ എന്താണ് എഴുതേണ്ടെന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. 7 സ്വർണ്ണ വിളക്കുകളുടെ നടുവിലായി പാദങ്ങളോളം മേലങ്കി തൂങ്ങിക്കിടക്കുന്ന, നെഞ്ചിൽ പൊൻകച്ച കെട്ടിയ, കണ്ണുകളിൽ നിന്ന് തീജ്വാല പോലെ പ്രകാശം വരുന്ന, സൂര്യനെ പോലെ മുഖം ശോഭിക്കുന്ന, പാദങ്ങൾ വെള്ളോട് ഉരുക്കിയതുപോലെ ജ്വലിച്ചിരിക്കുന്ന, വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറത്തേക്ക് വരുന്ന, അഗ്നിജ്വാല പോലെയുള്ള മനുഷ്യപുത്രനോട് സമനായ ഒരുത്തനെ കണ്ടു. കർത്താവായ യേശുവിനെ നിരാശയുടെ പടുകുഴിയിൽ, മരണത്തിന്റെ പടുകുഴിയിൽ, പരാജയത്തിന്റെ പടുകുഴിയിൽ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ യോഹന്നാന്റെ മുമ്പാകെ വെളിപ്പെടുത്തി. യോഹന്നാൻ ആനന്ദം കൊണ്ട് നിറഞ്ഞു. ആരും മിണ്ടാനില്ലാതിരുന്ന, ആരോടും സംസാരിക്കാനില്ലാതിരുന്ന, ഒറ്റപ്പെട്ടു പോയ സ്ഥലത്ത് അവന്റെ കാതുകളിലേക്ക് പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ ഒരു ശബ്ദം ആഞ്ഞടിച്ചു. ആ ശബ്ദം അവനിങ്ങനെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ മാലാഖമാർ ആഴത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന പെരുവെള്ളത്തിന്റെ ശബ്ദം യോഹന്നാന്റെ കാതുകളിൽ കേട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ശബ്ദം കൂട്ടി പറഞ്ഞത്, ഞാൻ അല്പം ആവേശത്തിൽ പറഞ്ഞത് എന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാനല്ല. ഈ ആലയത്തിൽ നിന്ന് സങ്കടം നേറിയ മനസ്സുമായി, ഭാരമേറിയ മനസ്സുമായി എന്റെ ദൈവകുഞ്ഞേ നീ ഇരിക്കുകയാണെങ്കിൽ, നീ ആത്മാവിൽ ദൈവസന്നിധിയിലേക്ക് ലയിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ നീ കണ്ടിട്ടില്ലാത്ത പ്രകാശമായി, നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തേജസ്സായി, സൂര്യനേക്കാൾ ശോഭിക്കുന്ന വദനവുമായി പ്രാണപ്രിയൻ ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, 8 നോമ്പിന്റെ ദിവസം യോഹന്നാൻ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ ജീവിച്ചവൻ
പത്മോസിൽ ഒറ്റപ്പെട്ടു പോയെങ്കിൽ അവന് വെളിപ്പെട്ട ദൈവം ഈ 8 നോമ്പിന്റെ ദിവസം പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ നിന്റെ കണ്ണീരൊപ്പാൻ ഇറങ്ങി വരാതിരിക്കുമോ? ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നു. ഭയപ്പെടുമ്പോൾ ഞാൻ ആരുടെ വചനത്തെ പ്രഘോഷിക്കുന്നു? ആ കർത്താവിൽ ആശ്രയിക്കുമെന്ന് 56-ാം സങ്കീർത്തനം നമ്മളിപ്പോ കേട്ടില്ലേ? ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല. എൻ്റെ കണ്ണുനീരിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ ജീവിതത്തിലേക്ക് അവൻ എഴുന്നള്ളി വരാൻ എൻ്റെ ദൈവമേ, യോഹന്നാന് വെളിപ്പെട്ട ദൈവമേ, എൻ്റെ ഭവനത്തിൽ വെളിപ്പെടണമേ, എൻ്റെ മക്കളിൽ വെളിപ്പെടണമേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെടണമേ, ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ, ഇടവകയിൽ വെളിപ്പെടണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവത്തോട്. 7 സ്വർണ്ണ വിളക്കുകളുടെ നടുവിലേക്ക് തേജസ്സോടെ ഇറങ്ങി വന്ന യേശുവേ, അടിയന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ആരോഗ്യം അനുവദിക്കുന്നവർ എഴുന്നേറ്റ് കണ്ണുകളടച്ച് കർത്താവിനെ ആത്മാവിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇതാ യോഹന്നാൻ കർത്തൃദിനത്തിൽ ആത്മാവിൽ യേശുവിൽ നിന്റെ ശരീരത്തെ ഒന്ന് മറന്ന്, നിന്റെ മനസ്സിനെ ഒന്ന് മറന്ന് ആത്മാവിൽ ലയിക്കുക. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. എനിക്കറിയില്ല കർത്താവെ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും, ആത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഒരു നെടുവീർപ്പ് ഞാൻ പ്രാർത്ഥനയാക്കി എടുക്കാം. അടുത്തുള്ള വ്യക്തികളെല്ലാം മറന്ന് യേശുവേ, സൗഖ്യദായകനായ കർത്താവേ, എന്നെ തൊടാതെ പോകരുതേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യോഹന്നാൻ കണ്ട ദൈവത്തെ ഒന്ന് വാഴ്ത്തുക. 7 വിളക്കിൻ നടുവിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പാടാമോ? ആദ്യനും അന്ത്യനും എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ആലയത്തിലേക്ക് ദൈവസാന്നിധ്യം നിറയണമേ. എല്ലാവരും ഹല്ലേലൂയ. എല്ലാവരും പാടിക്കുക. ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി കണ്ണുകളടച്ച് കഴിയുമെങ്കിൽ കൈകൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞില്ലേ, പത്മോസിന്റെ ഏകാന്തതയിലേക്ക്
വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തിയെ പോലും ആനന്ദം കൊണ്ട് ദൈവം നിറച്ചു. പിന്നെ യോഹന്നാന്റെ ഹൃദയം മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞു. പത്മോസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് തുകലിന്റെ മുകളിൽ ഇരുമ്പാണി കൊണ്ട് യോഹന്നാൻ എഴുതി തൻ്റെ സുവിശേഷം ലേഖനം. അതിലെല്ലാം അദ്ദേഹം എഴുതിയ ഒരേ പ്രധാനപ്പെട്ട കാര്യം, അവൻ സ്നേഹമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കഷ്ടതയുടെ നടുവിൽ യോഹന്നാന്റെ നെഞ്ചിൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന് തരാൻ കഴിയാത്ത അസ്വർഗീയ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ. ശരീരം രോഗം കൊണ്ട് ഭാരപ്പെടുമ്പോൾ ഹൃദയം സ്നേഹം കൊണ്ട് നിറയണമേ. സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഉറ്റവർ ഒറ്റിയാലും ചേർന്ന് നിൽക്കേണ്ടവർ അകറ്റി നിർത്തിയാലും അങ്ങേ സ്നേഹം കൊണ്ട് നിറയണമേ. യേശുവേ, ഇടവക എത്ര ഭംഗിയായിട്ടാണ് ഈ ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. കർത്താവേ, ഇടവക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവജനത്തിന് വേണ്ടി അവിടുത്തെ തിരുവചനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അങ്ങ് വരാതിരിക്കരുത്, അങ്ങ് വരാതിരിക്കരുത്, അങ്ങ് തൊടാതെ ഇരിക്കരുത്, അങ്ങ് സുഖപ്പെടാതെ ഇരിക്കരുത്, അങ്ങ് സുഖപ്പെടുത്താതെ മാറിപ്പോകരുത്, അങ്ങ് ആശ്വസിപ്പിക്കാതെ ഞങ്ങളെ വിട്ടുപോകരുത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞിനെയും അപ്പ നീ തൊടണമേ. ഇന്ന് അനുഗ്രഹത്തിന്റെ ഒരു ദിവസമാകണമേ. ഇന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ. പൊന്നേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പുണ്യനാമം മഹത്വപ്പെടട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താനാണ്. ആദ്യ മനുഷ്യൻ അതിൽ തോറ്റു. രണ്ടാമത്തെ മനുഷ്യനായ യേശു പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് ആര് യേശുവിനെ ഏറ്റുപറയുന്നുവോ, യോഹന്നാന്റെ സുവിശേഷം 1:12, ആര് യേശുവിനെ ഏറ്റുപറയുന്നുവോ അവർക്ക് ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുത്തു. ദൈവമക്കളാക്കിയെന്നല്ല, ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുത്തു. ദൈവമക്കളെ പോലെ ജീവിക്കാം. എന്താണ് ദൈവമക്കളായ ഗുണം? ഞാൻ ഇന്നലെ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിച്ചാൽ നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. മക്കളായാലും എന്താ ഗുണം? റോമ 7:18, മക്കളെങ്കിൽ അവകാശികൾ. എന്തിൻ്റെ? ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്താണ് അവകാശമാക്കുന്നത്? 1 പത്രോസ് 3:9, അനുഗ്രഹം അവകാശമാക്കിയ ജനം. അനുഗ്രഹം അവകാശമാക്കിയ ജനം യേശുവിനെ സ്വന്തമാക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം യേശുവിനെ ഉയർത്തുന്നതായിരിക്കണം. എങ്ങനെയാണ് യേശു ജീവിതത്തിലേക്ക് വരിക? പ്രിയപ്പെട്ടവരെ, യേശു ജീവിതത്തിലേക്ക് വരാൻ നമ്മളെ തന്നെ കർത്താവിനെ കാഴ്ചവെക്കണം. നമ്മളിങ്ങനെ വിചാരിക്കരുത്, ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്താൽ കർത്താവ് ഇങ്ങോട്ട് വരും എന്ന് വിചാരിക്കരുത്. ദൈവം ജീവിതത്തിലേക്ക് വന്ന് തൊട്ടനുഗ്രഹിച്ചു പോകുന്ന ഒത്തിരി അനുഭവങ്ങളുടെ വിവരണമാണ് ഈ പുസ്തകം. ഇതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ, സ്വർഗത്തിലെ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ധ്യാനത്തിന് വളരെ ചുരുങ്ങിയ സമയം വേദപുസ്തകത്തിൽ ഒരു ചെറിയ ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഒത്തിരി സഹായിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് കർത്താവിനെ സ്വീകരിക്കുക? ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചെറിയ അനുഭവം നമുക്കൊന്ന് വിശദീകരിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ ദൈവക്കാവോ, കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവന്നിട്ടുള്ളവർ ദൈവക്കാവോ. സ്തോത്രം. 1, 2 പിന്നെയോ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ളവർ കാണാപ്പാടായതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം പറ്റുന്നത്. ഞങ്ങൾക്ക് എൻ്റെ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ എത്ര വർഷമായി എന്നറിയോ ഞങ്ങൾക്കിത്. ഇതുകൊണ്ട് വന്നം, ഇതുകൊണ്ട് വന്നെന്ന് പുള്ളി പറയുന്നത്. പിന്നെ നാളെ തൊട്ട് വരണില്ല. ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വന്നോട്ടോ. പക്ഷേ നമ്മൾ ഇതും കൊണ്ട് വരണം. എന്താണെന്നറിയോ?
ഇത് ചുമക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, ഇത് എടുത്തവരും ഇത് വായിച്ചവരും ഇത് അനുസരിച്ചവരും ഭാഗ്യവാന്മാർ. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒത്തിരി CSIക്കാരുടെ പള്ളിയിൽ ധ്യാനം നടത്താൻ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാട്ടുപുസ്തകവും ഒരു വേദപുസ്തകവും അവരുടെ കയ്യിലുണ്ടാവും. നമ്മളിങ്ങനെ വചനം കൊണ്ട് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് 90 വയസ്സുള്ള അപ്പച്ചൻ വരെ എടുക്കും. നമ്മുടെ ഒരു പള്ളിയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FSC ലേഖനം എടുക്കാൻ പറഞ്ഞാൽ ആദ്യം ഇൻഡെക്സ് നോക്കും, അങ്ങനെ ഒരു സാധനം ഉണ്ടോ. അപ്പം ഞാനൊരു പള്ളി ചെന്നിട്ട് പറഞ്ഞു, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊർന്നല്യോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. എല്ലാവരും തപ്പല. അപ്പോൾ ചിലർ തപ്പി മടുത്ത്. കുറെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പുസ്തകമേ ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമ്മുടെ ആൾക്കാരൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് വേദപുസ്തകമായിട്ടൊരു ബന്ധം വേണം, ഇതെടുക്കണം. ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇതൊന്നും എടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം തന്ന ഒത്തിരി നന്മകളുണ്ട്. ശരി, ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം. വേദപുസ്തകമുള്ളവർ അതിലേക്ക് നോക്കിയിരിക്കുക. കൊച്ചിവിടുന്ന് വായിക്കും, ശ്രദ്ധയോടെ അത് കേൾക്കുക. ഓരോ വരി നമ്മളിങ്ങനെ വായിച്ച് പെട്ടെന്ന് തീർക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വചനം വായിച്ചാട്ടെ. യേശു അവിടെ വിട്ടു. യേശു അവിടെ നിന്ന് പോവുകയാണ്. ഗലീലിയ തടാകത്തിന്റെ അടുത്ത് കഫർനാഹും എന്ന് പറയുന്ന സ്വന്തം നാട്ടിൽ നിന്ന് വിജാതീയരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടാ? ജെന്റൈൽസ്, വിജാതീയരുടെ സ്ഥലത്തേക്ക് യേശു പോവുകയാണ്. അപ്പോഴോ സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ യേശു സോർ അഥവാ ടൈർ, സീദോൻ എന്നീ പറയുന്ന സ്ഥലത്ത് പുറജാതിക്കാരുടെ യഹൂദന്മാരല്ലാത്തവരുടെ ഒരു സ്ഥലത്ത് യേശു എത്തി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന്, ആ ദേശത്ത് നിന്ന് ആരാ പണ്ടൊരാൾ വായിച്ചു, കന്യാസ്ത്രീ അല്ല, ആരാ? ഒന്നോടെ പറയണം, ആരാ? ചേച്ചിമാരെന്ന് പറയണം, ആരാ? അതിൻ്റെ ഇടയിൽ ഒരു സാധനം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നതെന്ന്. ആരാ? കനാന്യ സ്ത്രീ. അത് മറക്കരുത്. ഒരു കാനാന്യ സ്ത്രീ, ഒരു സ്ഥലമാണത്, കനാന്യ സ്ത്രീ, മറക്കരുത്. അതിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ദൂത് കിടക്കുന്നുണ്ട്. ഒരു കനാന്യ സ്ത്രീ യേശുവിനെ കണ്ടിട്ട് ഓടി വന്നു. എന്നിട്ടോ, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോദരവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഒരു സ്ത്രീ യേശുവിനെ കണ്ടു. യേശുവിനെ ചെല്ലുകയാണ് വിജാതീയരുടെ ടൈർ, സീദോൻ പ്രദേശത്തേക്ക്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ സ്ലീഹന്മാരെല്ലാം കൂടെയുണ്ട്, ജനങ്ങളെല്ലാം കൂടെയുണ്ട്. എല്ലാവരും തിക്കി തിരക്കി യേശുവിന്റെ അടുത്തേക്ക് വരുന്നു. കുഷ്ഠരോഗി സുഖപ്പെടുന്നു, ബധിരൻ കേൾവി ഉണ്ടാകുന്നു, മുടന്തൻ ചാടിത്തുള്ളി പോകുന്നു, അന്ധന് കാഴ്ച കിട്ടുന്നു, മൂകൻ സംസാരിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അപ്പോൾ ഒരു ചേച്ചി സാരിയൊക്കെ വാരി ചുറ്റിട്ട് യേശുവിന്റെ അടുത്തേക്ക് ഓടിക്കതച്ച് വരികയാണ്. അവൾ വന്നിട്ട് യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ എന്റെ കൂടെ വന്നോ, അത് വിഷ്വൽ ചെയ്തിങ്ങനെ വന്നോ. അവൾ ആ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്, ആ പ്രദക്ഷിണത്തിലേക്ക് ഓടി വന്നു. അവൾ യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഒരു ഒറ്റ കരച്ചില്. അവൾ കർത്താവിനെ കണ്ടപ്പോൾ കരഞ്ഞപേക്ഷിച്ചു. എങ്ങനെയാ അപേക്ഷിച്ച്? വെറുതെ നമ്മൾ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുന്നില്ലേ, എനിക്കൊരു അപേക്ഷ, അങ്ങനെയല്ല, കരഞ്ഞപേക്ഷിച്ചു. അതെന്തിനാ ചേച്ചി കരഞ്ഞേ? കരയാനുള്ള എന്തോ അതിന്റെ നെഞ്ചിലുണ്ടായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ കരയാനുള്ള എന്തോ ഒന്ന് ആ സ്ത്രീയുടെ നെഞ്ചിലുണ്ട്. ഞാൻ വയനാട്ടിൽ പള്ളി നടത്തുമ്പോൾ ഈ അടുത്ത ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഭവന സന്ദർശനം നടത്തുകയാണ്. അപ്പോൾ എന്നോട് ട്രസ്റ്റ് സെക്രട്ടറിമാർ പറഞ്ഞു, അച്ഛാ ഈ വീട്ടിൽ നിന്ന് കയറി പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു, നമ്മുടെ വീടാണോ? അല്ല, അതൊരു ഹിന്ദുവിൻ്റെ വീടാണ്. മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുടെ വീടാണ്. മധു കുറേ നാൾ സൗദിയിലായിരുന്നു. കുറച്ച് പൈസ കിട്ടിയപ്പം അവൻ നാട്ടിൽ വന്നു. 7 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു. അവനും അവൻ്റെ ഭാര്യ പ്രശാന്തിയും 2 മക്കളും. അപ്പോൾ ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് പ്രശാന്തിയുടെ അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുവന്നു. മധുവും ഒരു നല്ല സന്തോഷമുള്ള കുടുംബം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രശാന്തിയുടെ അച്ഛൻ പെട്ടെന്നൊരു വയറുവേദന, എന്തൊക്കെയോ ബുദ്ധിമുട്ട്, പരിശോധിച്ചപ്പോൾ ക്യാൻസറാണ്. മധു കയ്യിലുള്ള കാശ് മുഴുവൻ മുടക്കിയിട്ട് ഈ അച്ഛനെ ചികിത്സിച്ചു. അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ നിൽക്കുമ്പോൾ പ്രശാന്തി വീണ്ടും ഗർഭിണിയായി. 3ാമത്തെ കൊച്ച്. പ്രശാന്തി പ്രസവിച്ചു. 3 മാസം കഴിഞ്ഞു. വയറുവേദന മാറുന്നില്ല. അപ്പം എല്ലാവരും പറഞ്ഞു പ്രസവം നിർത്തി ഓപ്പറേഷൻ ചെയ്തിട്ടാണ്. അങ്ങനെ അല്ലല്ലോ. വീണ്ടും നോക്കുമ്പോൾ വേദന മാറുന്നില്ല. പരിശോധിച്ചുകൊണ്ട് നോക്കുമ്പോൾ പ്രശാന്തിയുടെ വയറിനകത്തൊരു മഴ. പരിശോധിച്ചപ്പോൾ ക്യാൻസർ. മധു ആകെ തളർന്നുപോയി. അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചു. പ്രിയപ്പെട്ട പ്രശാന്തി, അവൻ കുറേ വർഷം സൗദിയിലായിരുന്നു. ഇപ്പൊ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. ഈ സ്ത്രീയുടെ നെഞ്ചിനകത്ത് ഒരു മഴ. പരിശോധിച്ചപ്പോൾ ക്യാൻസർ. അപ്പൊ അമ്മയോട് പറഞ്ഞു,
അമ്മ ഇവിടെ നിന്ന് ഇവിടെ നോക്കുക. അങ്ങനെ അമ്മ മകളെ നോക്കുന്നു. മധു പണിക്ക് പോകുന്നു, ആശുപത്രി കൊണ്ടുവന്നു, നാട്ടുകാരെല്ലാം പറ്റുന്ന പോലെ സഹായിച്ചു. അവൾക്ക് അസുഖം കൂടി, ദൈവകൃപയാൽ കുറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ അമ്മയ്ക്കൊരു വയറുവേദന. അമ്മയെ കൊണ്ട് പരിശോധിക്കുമ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ. എന്നോട് പള്ളിക്കാർ പറഞ്ഞു ഒന്ന് കയറി പ്രാർത്ഥിക്കുക. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കട്ടിലിൽ അമ്മ, ഒരു കട്ടിലിൽ പ്രശാന്തി, ഇളയ കൊച്ച് അവിടെ കിടക്കുന്നു. അതിൻ്റെ അടുത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന മൂത്ത പെങ്കൊച്ച്, രണ്ടാമത്തെ കൊച്ച് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വീട്. കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രശാന്തിക്ക് വീണ്ടും അസുഖം കൂടി. മധു നെട്ടോട്ടോടുകയാണ് കൊച്ച് ഇവരെ കൊണ്ട്. അങ്ങനെ ഒരു ദിവസം ആശുപത്രി കിടക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടാണ് രാത്രിയിൽ ഇവരുടെ അടുത്ത് പോകുക. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ കിടന്ന് തലയിലേക്കൊക്കെ ക്യാൻസർ ബാധിച്ചു ഇങ്ങനെ വേദനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ തിരുമ്മി കൊടുക്കും. അപ്പോൾ മധു എൻ്റെ പുറത്ത് ചാരി കിടന്ന് കരയും. എന്നോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ ആരാ? അപ്പോൾ എൻ്റെ ഭാര്യ കരയും. അവർക്ക് അത്രയും പിടിച്ച് ഞാൻ ശേഷിയില്ല. അങ്ങനെ നിന്നൊരു ദിവസം ഞാനൊരു പള്ളിയിൽ ധ്യാനം നടത്തുകയാണ് ഞായറാഴ്ച. അപ്പോൾ ശുശ്രൂഷക്കാരൻ ധ്യാനത്തിൻ്റെ ഒരു കടലാസ് കൊണ്ടുതന്നു, പ്രശാന്തി മരിച്ചു. എനിക്ക് എന്ത് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. മീനങ്ങാടിയിൽ ശ്മശാനത്തിൽ ആ ഉച്ചയ്ക്ക് തന്നെ അടക്കി, കാരണം ബോഡിയൊക്കെ വീക്കാണ്. അപ്പം മധു പറഞ്ഞു, ഒരച്ഛൻ വരാനുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ ഹിന്ദുക്കളല്ലേ, ഒരച്ഛൻ വരാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് മെസ്സേജ് കൊടുത്ത് എത്തിയല്ല, അടക്കി. പിറ്റേ ദിവസം ഞാൻ പോയില്ല. എനിക്ക് ഈ മധുവിനെ കാണാനേ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ പള്ളിയിൽ അവളെ നോക്കിക്കൊണ്ടിരുന്ന നേഴ്സ് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്താ അവിടെ പോകാതെ? ഞാൻ പറഞ്ഞു, ഷെൽബി, എന്നെ കൊണ്ട് പറ്റില്ല അവനെ കാണാൻ. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, അച്ഛൻ പോകണം, അച്ഛൻ വരും എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല. അവൾ നിർബന്ധിച്ചു, അച്ഛൻ ഞാനും വരാം, അച്ഛൻ പോയേ പറ്റൂ. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, കാരണം ഇവൻ ഈ പ്രശാന്തി ജീവിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവനുള്ളത്. അങ്ങനെ ഞാനും ഷെൽബിയും പള്ളിയിലെ കപ്പേരും കൂടി ആ പള്ളി അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മധു 2 ദിവസം മുമ്പ് പ്രശാന്തിയെ ദഹിപ്പിച്ചു. ഇപ്പോൾ ഞാൻ കാണുന്ന മധു സിറ്റ് ഔട്ടിലിരുന്ന് ആ 9 മാസം പ്രായമുള്ള കൊച്ചിന് മടിയിൽ വെച്ച് മൊബൈൽ എന്താ കാണിച്ചിട്ട് ഇങ്ങനെ കളിച്ച് ചിരിക്കുകയാണ്. എനിക്ക് സമാധാനമായി. എൻ്റെ ചിരിച്ചൊരു മുഖം കാണാമല്ലോ. ഞാൻ വേഗം വണ്ടിയിൽ ഇറങ്ങി ഡോർ അടയ്ക്കുന്ന ഒച്ച കണ്ടപ്പോൾ ഇവരിങ്ങനെ നോക്കി. അവൻ ആ മൊബൈൽ സിറ്റ് ഔട്ടിലേക്ക് ഇട്ടു, കൊച്ചിനെ അവിടെ ഇരുത്തി. എന്നെ കണ്ട് ചാടി എഴുന്നിട്ട് ഓടി വന്നു. ഒരൊറ്റ കരച്ചിൽ, പിടിച്ചാൽ കിട്ടാത്ത കരച്ചിൽ. ചിരിച്ചുകൊണ്ടിരുന്ന മധു എന്തിനാ കരഞ്ഞേ? പറ. കരയാനുള്ള എന്തോ ഒന്ന് ഇന്നിങ്ങനെ പറ്റൂല, ഇന്ന് ഇങ്ങോട്ട് പറയണം. കരയാനുള്ള എന്തോ ഒന്ന് അവന്റെ നെഞ്ചിലുണ്ട്. യേശുവിനെ കണ്ടപ്പോ ഈ ചേച്ചി ഒറ്റ കരച്ചിലാണ്. കരഞ്ഞ് അപേക്ഷിച്ചു, കരഞ്ഞോണ്ട പ്രാർത്ഥിച്ച്. അപ്പൊ അവളുടെ പ്രാർത്ഥനാ രീതി നോക്കണം. വെറും പ്രാർത്ഥനയല്ല, കണ്ണുനീരുള്ള പ്രാർത്ഥന. ആമേൻ. കണ്ണുനീരുള്ള പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ച്? യേശുവേ, ദാവീദിന്റെ പുത്ര. ഓ, എന്താ വിളിച്ചേ? അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. ശരിക്കും യേശു ആരുടെ പുത്രനാണ്? മറിയത്തിന്റെ മകനല്ലേ? ഈ ചേച്ചി എന്താ വിളിച്ചത്? ദാവീദ് പുത്രൻ. ഒരിക്കൽ യേശു സ്വന്തം ഇടവക പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞു, ഇതാ മറ്റേ ചെറുക്കനല്ലേ? ഏത്? ഇതാ മറ്റേ ആ ചെറുക്കനെ. ഏത്? ആ മറിയത്തിന്റെ. ഏത് മറിയത്തിന്റെ? അറിയാൻ മേലെ. ആ കുറച്ചാൾ മുമ്പ് എന്താ ഒരു അവിഹിത ഗർഭമൊക്കെ ഉണ്ടായ ഒരു മറിയം. ആ മറിയത്തിന്റെ മകൻ. നമ്മുടെ വീട്ടിലെ പട്ടിക്കൂടും കോഴിക്കൂടും ഒക്കെ തട്ടിക്കൂട്ടാൻ വരുന്ന ഒരു ആശാരിയില്ലേ, ജോസഫ്. ആ ജോസഫ് ഏറ്റെടുത്ത മറിയത്തിന്റെ മകൻ. ആ യാക്കോബ്, യോസ, ഇവരെല്ലാം നമ്മുടെ ചുറ്റുമില്ല, അവന്റെ സഹോദരങ്ങള്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ്, അവർ അവനെ മറിയത്തിന്റെ മകനെന്നും ജോസഫിന്റെ മകനെന്നും ആ രീതിയിൽ കണ്ടു. താഴെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ അവന് സാധിച്ചില്ല. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ ബുദ്ധി കൊണ്ട് യേശുവിനെ അളന്നു. ഒരിക്കൽ യേശു ഇങ്ങനെ എരിഹോയിലൂടെ പോവുകയാണ്. 2 കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ അവിടെയുണ്ട്, ഭർത്തിമായി. യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, യേശുവേ, ദാവീദിന്റെ പുത്ര. മിടരിക്കണം. ഒരു നല്ല മനുഷ്യൻ ഇതിൽ കൂടെ പോകുമ്പോൾ നീ ഒച്ചപ്പെടണം, മിടരുത്. അവൻ കൂടുതൽ ഒച്ചത്തിൽ, യേശുവേ, ദാവീദിന്റെ പുത്ര. യേശു അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിക്കുക. ഇത് വിശ്വാസത്തിന്റെ വിളിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കാനാന്യക്കാരി സ്ത്രീ യേശുവിനെ കണ്ടപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദാവീദ് പുത്ര എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇത് പറയാനാ പറഞ്ഞത്. കേട്ടെ, മനസ്സിലാവണ്ടോ? യേശുവിനെ കണ്ടപ്പോൾ ഈ കാനാന്യക്കാരി സ്ത്രീ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഒന്ന്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച? കർത്താവേ, ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിൽക്കണം, അതാണോ പ്രാർത്ഥിച്ചത്? കൊച്ചിന് IELTS 7 മാർക്ക് കിട്ടണം, അതാണോ പ്രാർത്ഥിച്ചത്? അല്ല. എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? കർത്താവേ, എന്റെ വീട്ടിൽ പിശാച് കയറിയിരിക്കുകയാണ്. എന്റെ മകളെ പിശാച് ക്രൂരമായി ബന്ധിച്ചിരിക്കുന്നു. എന്തോ പ്രേമോ, എന്തോ കേസ് കേട്ടാണ് കൊച്ചിന്. എന്തോ രോഗമാണോ, പ്രേമാണോ, എന്തോ അശുദ്ധ ബന്ധമാണ്.
ദുരാത്മാവിന്റെ ബന്ധമാണ്. പല സ്ഥലത്തും കൊണ്ടുപോയി, പല വൈദ്യന്മാരെ കാണിച്ചു, പല കൗൺസിലേഴ്സിനെ കാണിച്ചു. കർത്താവേ, പിശാച് കെട്ടിയിരിക്കുക കൊച്ചിനെ ഒന്ന് രക്ഷിക്കണം. എന്റെ മകളെ പിശാച് അതിക്രൂരമായി ബാധിച്ചിരിക്കുന്നു, അങ്ങ് അഴിക്കണം. ഇനി നിങ്ങൾ എന്നോട് ഉത്തരം പറയണം. കരഞ്ഞ് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, പിശാചിനെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉത്തരം പറയണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂ ഇല്ലയോ? പറ, ഒന്ന് ഉറക്കെ പറ. ഞാൻ രണ്ടു, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല, ഇത്ര ഉള്ളൂ മനസ്സിലായില്ലേ? കണ്ടാലും ഒരു ലുക്കില്ലെന്നുള്ളൂ. ഞാനൊരു പാവം. നിങ്ങൾ ഉത്തരം പറ. ഉത്തരം കിട്ടൂ ഇല്ലയോ? കരഞ്ഞ് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, പിശാചിനെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഈ പറഞ്ഞത് ആ ചേച്ചിയുടെ കാര്യമല്ല, ഈ കസേരകളിൽ ഇരിക്കുന്ന ഓരോ മനുഷ്യരുടെയും കാര്യമാണ്. എത്ര നാളായി കുഞ്ഞെ നീ കരയാൻ തുടങ്ങിയിട്ട് ദൈവസന്നിധിയിൽ? എത്ര നാളായി കുഞ്ഞെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ അഴിയാൻ നീ നിലവിളിക്കാൻ തുടങ്ങിയിട്ട്? ഉത്തരം കിട്ടണ്ടേ? എന്താ അടുത്ത വചനം വായിച്ചേ? അവൻ അവളോട് ഒരു വാക്കും ഉത്തരവും പറഞ്ഞില്ല. മതി മതി മതി, ഒന്നും മിണ്ടിയില്ല. ഈ പുള്ളിക്കാരത്തി പുറകെ, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്റെ കൊച്ചിനോട് കരുണ തോന്നണം, ഏങ്ങലടിച്ച് നൊല വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പോവുക. യേശു മൈൻഡാക്കി. അതെന്താ മിണ്ടാനെ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു, പിശാചിനെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കേട്ട ഭാവം നടിച്ചില്ല. എത്ര നാളായി നമ്മളൊക്കെ ചില പ്രാർത്ഥനയും കൊണ്ട് ഇങ്ങനെ നടക്കണോ? നടന്ന് 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 മടുത്തു. ചായന്റെ കള്ളുകൂടി ഒന്ന് മാറാൻ, ഭാര്യയുടെ ജീവിതത്തിൽ ഒരു അനുസരണം ഉണ്ടാകാൻ, മക്കളൊന്ന് നന്നായി വരാൻ, ഒരു ജോലി കിട്ടാൻ, ഒരു പഠനം നന്നാവാൻ, ഒരു വീട് വെക്കാൻ, ഈ കടമൊന്ന് മാറി കിട്ടാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് മാത്രം ഉത്തരവില്ല. വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ദൈവത്തിന്, സത്യദൈവത്തിന് ഈ നിലവിളി കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. മനുഷ്യർക്ക് ഇത് കണ്ടിട്ട് സഹതാപം തോന്നി, ശിഷ്യന്മാർക്ക് ഇത് കണ്ടിട്ട് സഹതാപം തോന്നി. ശിഷ്യന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഇതെന്ത് പരിപാടിയെ കാണിക്കുന്നത്? ആ ചേച്ചി എത്ര നേരെ നമ്മുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ആ ചേച്ചി വന്ന പിന്നാണ് ആപ്ലിക്കേഷൻ കൊണ്ട് ആ പുള്ളിക്കാരെ കുഷ്ഠരോഗി വന്നു, അത് സുഖപ്പെട്ടു. ആ ബദിരൻ വന്നു, അവരെ സുഖപ്പെടുത്തി. ആ പിശാച് ബാധ വന്നു, അവരെ സുഖപ്പെടുത്തി. ഈ ചേച്ചി രാവിലെ കയറിയതാ ആപ്ലിക്കേഷൻ കൊണ്ട്. അതിനെ മാത്രം മൈൻഡാക്കുന്നത് ഇതൊരു ശരിയായ പരിപാടിയല്ല. കർത്താവിൻ്റെ ഈ തരംതിരിവ് അത്ര ശരിയല്ല. മിക്കവാറും പത്രോസ് ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിയാണ് എല്ലാ കാര്യവും ചാടി കയറി പറയുന്ന ഒരാൾ. പത്രോസ് ആയിരിക്കും. ചില ഏതാണ് പേരെഴുതിയിട്ടില്ല. അപ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാട്ടോ, കർത്താവിൻ്റെ ഈ പരിപാടി അത്ര നല്ല പരിപാടിയല്ല. അപ്പോൾ അവർ ശിഷ്യന്മാർ ഇതിൽ വെച്ചു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു കാണും, നീയല്ലേ മൂത്തത് പത്രോസ്, നീ പറ. പത്രോസ് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പറയാം അല്ലേ. പുള്ളി കോളറൊക്കെ മുടുങ്ങി. ഇപ്പോൾ പത്രോസിൻ്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് ഓർക്കണം. എങ്ങനെയാണ്? ടൈർ സീതോൻ പ്രദേശത്ത് ചെല്ലുമ്പോൾ യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഇവരാണ് വോളണ്ടിയേഴ്സ്. പത്രോസൊക്കെയാണ് വലിയ വലിയ ആൾക്കാർ. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ പത്രോസിനുണ്ട്, സാറേ എൻ്റെ കാര്യം ഒന്ന് പറയാട്ടോ. അപ്പോൾ ഇവരൊക്കെ വലിയ ഗമയിൽ നിൽക്കുകയാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ പുള്ളിക്കാരത്തി കുറേ നേരം ഞാൻ പറയാം, കർത്താവിനോട് ഞാൻ പറയാം. പത്രോസ് വലിയ ഗമയിൽ 2 സ്റ്റെപ്പൊക്കെ മുമ്പോട്ട് ചെന്നു. അപ്പം തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താ പറയാത്തെ? അല്ലേ വേണ്ട. അതെന്താ? പണ്ടൊരു ദിവസം ഇങ്ങേരോട് ഞാൻ ചെന്ന് പറഞ്ഞു, പുള്ളിക്ക് എന്തോ പീഡ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൽ നിനക്ക് അതൊന്നും സംഭവിക്കരുതെന്ന്. ആൾക്കാരുടെ കേക്ക് ഈ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, പോടാ പിശാചേന്ന്. അങ്ങനെ പറഞ്ഞില്ലേ? സാത്താനെ നീ എന്നെ. പിന്നത്തെ എൻ്റെ ഒരു അവസ്ഥ ഞാനെങ്ങും പറയില്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, യേശുവിന് ഏറ്റവും ഇഷ്ടം യോഹന്നാനും യാക്കോബിനെയൊക്കെ അല്ലേ, നിങ്ങൾ ചെന്ന് പറ. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, പറയണം, എന്നാൽ പറ. അപ്പോൾ ഇവർ ഇച്ചിരി മുമ്പോട്ട് ഇല്ലാണ്. പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ ചോദിച്ചു, എന്താ പറയാത്തെ? അത് ഞങ്ങൾ പണ്ടൊരു ദിവസം നിങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒതുക്കത്തിൽ ചെന്ന് ചോദിച്ചു, അങ്ങ് രാജ്യം സ്ഥാപിച്ചു വരുമ്പം എന്നെയും ചേട്ടായിനെയും ഇടത്തും വലത്തും ഇരുത്തുമെന്ന്. ചോദ്യം തീർന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നെ, അന്ന് പറഞ്ഞ വഴക്കിന് ഒരു കണക്കുമില്ല. ഞാനൊന്നും പറയില്ല. ശിഷ്യന്മാർക്ക് ആർക്കും ധൈര്യമില്ല. പക്ഷേ ഈ ചേച്ചിൻ്റെ നിലവിളി കണ്ടപ്പോൾ ഇവർക്കൊണ്ട് സഹിക്കാനും വേണ്ട. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 12 പേരുകൊണ്ട് കയ്യൊന്ന് കോർത്ത് പിടിച്ചു നമുക്ക് ഒന്നിച്ച് പറയാം. ചീത്ത കേൾക്കണേൽ ഈ ചേച്ചിക്ക് വേണ്ടിയില്ല, ഒന്നിച്ച് ഒരു മധ്യസ്ഥ പ്രാർത്ഥന, സ്ലീഹന്മാരുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന അങ്ങോട്ട് ഇറങ്ങി. കേൾക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ ഒരു ദൂതുണ്ട്. ചേച്ചി ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഉത്തരമില്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, നേരിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ പലരും പഠിപ്പിച്ചു നേരിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. നേരിട്ടാണ് പ്രാർത്ഥിച്ചത്, ഒന്നും മിണ്ടിയില്ല. അപ്പം ശിഷ്യന്മാരിറങ്ങി, മധ്യസ്ഥന്മാരിറങ്ങി. അവർ കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ട്, കർത്താവേ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. കർത്താവ് ചെന്ന ഈ ചേച്ചിൻ്റെ കാര്യം ഇടപെട്ടത് വായിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. മതി.
ശിഷ്യന്മാർ 12 പേരും കൂടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെടണം. എത്ര നേരായി ഇത് നൊലോളിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. നിങ്ങൾ എന്നോട് പറഞ്ഞു, ഉത്തരം കിട്ടിയോ ഇല്ലയോ? പറ. ഞാനും മിണ്ടുന്നില്ല. ഉത്തരം കിട്ടിയോ ഇല്ലയോ? ഉത്തരം കിട്ടി. നെഗറ്റീവായി പോയെന്നുള്ളൂ, ഉത്തരം കിട്ടിയില്ലേ? അവളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതാണ് ഈ വിശുദ്ധർ ഇറങ്ങിയാലുള്ള പ്രത്യേകത. അവൾ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയില്ല, പക്ഷെ ഉത്തരം കിട്ടി. എന്താ ഉത്തരം? ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ ഇടയിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ചോദ്യം നിങ്ങളോട്, ഇനി ഈ ചേച്ചി ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്താ പറഞ്ഞേ? ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ ഇടയിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഇത് കാനാന്യക്കാരിയാണ്, ടൈർ വാസിയാണ്, ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട ഫെബിനച്ചൻ വിളിച്ചു പറഞ്ഞു, 8 നോമ്പ് കൺവെൻഷൻ തീരുന്ന 8-ാം തീയതി ദോഹ സെന്റ് ജെയിംസ് പള്ളി ഇടവകയിൽപ്പെട്ട എല്ലാ ഇടവകക്കാർക്കും 10 കിലോ പോത്തിറച്ചി നാട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കും. ആർക്ക്? ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി ഇന്നാണ് തന്നെ, ഇന്നല്ല, തീരുന്ന ദിവസം. ഭയങ്കര സന്തോഷത്തോടെ ഇടവക്കാരെല്ലാം കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ശ്രദ്ധിക്കുക, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ 10 കിലോ പോത്തിറച്ചി ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് വന്ന് ഞാനിവിടെ ക്യൂ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേ, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട പോയ ആടുകൾക്ക് മാത്രമാണ്. പിന്നെ ഈ ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഞാനാണെങ്കിൽ കർത്താവിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞേ, ഓഹോ, ഇത് ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതാണ് സാർ കൊടുക്കണം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു വയനാട്ടിലെ ഭാഷ ഞങ്ങളിങ്ങനെ പറയും, ഓഹോ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ ഇയാളും ഇയാളുടെ ആൾക്കാരും കൂടെ കൂടി അങ്ങ് ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു ശരി ഞങ്ങളുടെ അവിടെ നിന്ന് നിങ്ങൾ അങ്ങ് ഉണ്ടാക്കി, ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞാനാണെങ്കിൽ പോയേനെ. ഈ ചേച്ചി എന്താ ചെയ്തെന്നറിയോ? കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് പറഞ്ഞ വാക്ക് അക്ഷരത്തിൽ അല്ല അവൾ കേട്ടത്, ആത്മാവിൽ അവൾ കേട്ട്. ആമേൻ പറഞ്ഞേ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. അതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? അങ്ങനെ കേൾക്കണത് അക്ഷരത്തിലല്ല ചേച്ചി കേട്ടത്, അവൾ ആത്മാവിൽ കേട്ടു. കാരണം അവൾ വിശ്വാസത്തോടെ വന്നവളാണ്, അവൾ കണ്ണുനീരോടെ വന്നവളാണ്. അവൾ ആത്മാവിൽ കേട്ടു, അവൾക്ക് അർത്ഥം മനസ്സിലായി. എന്താണ്? അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ ഇടവകയിൽപ്പെട്ടവർക്ക് മാത്രമേ 10 കിലോ ഇറച്ചി കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകയിൽപ്പെടാത്തവർ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും. അതെന്തിനാണെന്നറിയോ? ഇവിടെ ഒരു മെമ്പർഷിപ്പ് കിട്ടിയാൽ ഈ സാധനം കിട്ടും അല്ലേ? അപ്പൊ അവള് വിചാരിച്ചു, എങ്ങനെ ഇസ്രായേൽക്കാരിയാകാം? ഇവൾ ഇസ്രായേൽക്കാരിയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ സൗഖ്യം ഉണ്ടായേനെ അല്ലേ? ഞാൻ പറയണ മനസ്സിലാവണ്ടോ? ഇസ്രായേൽക്കാരി ആണെങ്കിൽ അഭിഷേകം ഇപ്പൊ വീട്ടിൽ വന്നേ. പക്ഷെ ഇസ്രായേൽക്കാരിയല്ല. നീ ഒരു ഇസ്രായേൽക്കാരിയാകണം. അതെങ്ങനെയാവും? ഗാസയിലെ ബോംബിടുന്ന ഇസ്രായേലിനെ കുറിച്ചല്ല പറഞ്ഞത്. ആരാണ് ഇസ്രായേൽ? ഇവൾ ഏത് നാട്ടുകാരിയപ്പം? അതാ ഞാൻ നേരത്തെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിപ്പിച്ചു. ഏതാ? കാനാൻ സ്ത്രീ. എന്താ ഈ കാനാൻ എന്ന് പറഞ്ഞാൽ? കാനാന്യർ എന്ന് പറഞ്ഞാൽ ആരാണ്? കേട്ടോളൂ, പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകണം, ഇച്ചിരി സ്പീഡിൽ പറയും. കാനാന്യർ ആരാണെന്ന് പെട്ടെന്ന് കേട്ടോളൂ. ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ പാപം ചെയ്തു, വീണ്ടും പാപം ചെയ്ത് ജനം ഭരിക്കപ്പോൾ ദൈവം വെള്ളപ്പൊക്കം ഉണ്ടാക്കി, എല്ലാവരും മരിച്ചു. നോഹ മാത്രം രക്ഷപ്പെട്ടു. നോഹയും കുടുംബം ഒരു പെട്ടകത്തിൽ കയറി ആരാരത്ത പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി അവൻ ആരാധനയെ കർപ്പിച്ചു. പിന്നീട് അവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അവൻ ഇങ്ങനെ മുന്തിരിങ്ങയൊക്കെ പറിച്ച് ഒരു ദിവസം അവൻ മുന്തിരിങ്ങയിൽ നിന്ന് കുറെ വീഞ്ഞെടുത്ത് അവൻ കുടിച്ചു. മുന്തിരിങ്ങ കുടിച്ച് ഇവൻ മത്ത് പിടിച്ച് നോഹ ദേ കിടക്കുന്നു, വെള്ളം അടിച്ച് മത്ത് പിടിച്ച് കിടക്കുകയാണ്. നോഹയ്ക്ക് 3 ആൺമക്കൾ. ആരൊക്കെയാണ്? സേം, ഹാം, യാഫേത്ത്. 3 ആൺമക്കൾ. സേം, ഹാം, യാഫേത്ത് 3 ആൺമക്കൾ. ഇയാളിങ്ങനെ മത്ത് പിടിച്ച് കിടക്കുമ്പോൾ ശരീരത്തിൽ വസ്ത്രമൊക്കെ പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ മകനായ ഹാം അങ്ങനെ വരുന്ന വഴിക്ക് ദേ കിടക്കുന്ന അപ്പൻ എങ്ങനെ വസ്ത്രം ഇല്ലാതെ കിടക്കുന്നു. അവനതിലേക്ക് നോക്കി നിന്ന് അപ്പന്റെ നഗ്നതയിലേക്ക് നോക്കുന്നു. അർത്ഥം വേറെയാണ്. അപ്പന്റെ നഗ്നതയിലേക്ക് അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അവനതിനെ അപമാനിച്ചു, അവനതിനെ തെറ്റായി ആസ്വദിച്ചു. അവൻ അപ്പന്റെ നഗ്നതയെ അപകീർത്തിപ്പെടുത്തി. അപ്പന്റെ നഗ്നതയെ അപകീർത്തിപ്പെടുത്തിയിട്ട് അവൻ ചെന്നിട്ട് ചേട്ടനായ ശേമിനോടും അനിയനായ യാഫത്തിനോട് പറഞ്ഞു, വന്നാട്ടെ ഒരു കാര്യം കാണിച്ചു തരാം. എന്തേ? നമ്മുടെ അപ്പന്റെ നഗ്നത ഞാൻ അപകീർത്തിപ്പെട്ട് കിടക്കുന്നത് കാണിച്ചു തരാം. വാ. ചേട്ടനെയും അനിയനെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ ശേമും യാഫത്തും അപ്പന്റെ നഗ്നത അനാവൃതമാകാതെ ഇരിക്കാൻ ഒരു പുതപ്പെടുത്ത് പുറകോട്ട് നടന്നു വന്നിട്ട് അപ്പന്റെ നഗ്നമായ മേനിയെ അവനങ്ങ് മൂടി. ബോധം വന്നു കഴിഞ്ഞപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി താൻ അപമാനിക്കപ്പെട്ടു, തന്റെ നഗ്നത അനാവൃതമായെന്ന്. നോഹ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, ആരാണ് എന്നെ അനാവൃതമാക്കിയത്?
അവർ പറഞ്ഞു ഹാം. അപ്പോൾ നോഹ തന്നെ അപകീർത്തിപ്പെടുത്തിയ, തന്നെ അനാവൃതമാക്കിയ തന്റെ മകനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഹാം, നിന്റെ മകനായ കാനാനില്ലേ, കാനാനും തലമുറയും ശപിക്കപ്പെട്ടത്. കാനാന്യർ പറ, പൂർവീക ശാപം കിടക്കുന്ന ജനതയുടെ പേരാണ് കാനാന്യർ. അപ്പന്റെ ശാപം കിടക്കുന്നവർ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, നീ എത്ര പുണ്യവാനാണെങ്കിലും മാതാപിതാക്കന്മാരുടെ ശാപം ജീവിതത്തിൽ വീഴരുത്. അപ്പന്റെ ശാപം നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളകും. അമ്മയുടെ ശാപം നിന്റെ കുടുംബത്തിന്റെ മഹിമയെ കെടുത്തും. ബാറാസിയുടെ പുസ്തകം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം. ഈ കുഞ്ഞുങ്ങളോട് അപ്പന്റെ അമ്മയുടെ കണ്ണീര് ജീവിതത്തിൽ വീഴ്ത്തരുത്. അപ്പന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള വേറെ കുറെ ആൾക്കാരുണ്ട്. അമ്മായിയപ്പൻ, അമ്മായിയമ്മ, പള്ളിയിലെ പുരോഹിതൻ, സ്കൂളിലെ അധ്യാപകൻ. കണ്ണീര് വീഴ്ത്തരുത്. അവരുടെ ശാപം വാങ്ങരുത്. തലമുറയിൽ കിടക്കും. കാനാന്യർ ശപിക്കപ്പെട്ടവർ. ഈ സ്ത്രീ കാനാന്യ വർഗത്തിൽപ്പെട്ടതുണ്ട്. കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ കുടുംബത്തിലേക്ക് മാത്രമേ ഇത് ഒഴുകത്തുള്ളൂ കൃപ. അല്ല, ആരാണ് ഇസ്രായേലർ? ആരാ? വേഗം പറയാം, കേട്ടോളണം. നമ്മളിപ്പോ കാണുന്ന ഇസ്രായേലല്ല. ഇസ്രായേൽ ആരാന്ന് കേട്ടോളണം. ദൈവമായ കർത്താവ് അബ്രാഹാമിന്റെ കാലമെത്തിയപ്പോൾ അബ്രാഹാമിനെ ഒരു മകൻ ഇസഹാക്കിന് 2 മക്കൾ. പേര് പറ. ഏശാവും യാക്കോബും. മൂത്തവൻ ഏശാവ്, ഇളയവൻ യാക്കോബ്. ഏശാവിനാണ് അനുഗ്രഹം മുഴുവൻ കിട്ടേണ്ടത്, മൂത്തവൻ അവനാണ്. എന്നാൽ ഒരു ദിവസം പായസം ഉണ്ടാക്കി. കഥയൊക്കെ അറിയാലോ. പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഏശാവിനെ പറ്റിച്ച് യാക്കോബ് അനുഗ്രഹമൊക്കെ വാങ്ങി, അപ്പനെ പറ്റിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങി, അപ്പനെ ചതിച്ചു, പറ്റിച്ചു. കണ്ണു കാണാത്ത അപ്പനെ ഈ ഏശാവ് പറ്റിച്ചു, ഈ യാക്കോബ് പറ്റിച്ചു. കണ്ണു കാണാത്ത അപ്പൻ്റെ അടുക്കൽ വേഷം മാറി ചെന്നിട്ട് ആടിനെ കൊണ്ട് കൊടുത്ത്, അമ്മ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനാണ് ഏശാവ് എന്ന് നുണ പറഞ്ഞ് യാക്കോബ് ഏശാവിന്റെ പേരും പറഞ്ഞ് ഏശാവിനെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച് ഏശാവിനെ പോലെ രോമമൊക്കെ പിടിപ്പിച്ച് ചെന്നിട്ട് കള്ളത്തരത്തിലൂടെ ഇസഹാക്കിന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് അമ്മയുടെ നാടായ ലാബാന്റെ വീട്ടിലേക്ക് ഓടി. കുറെ നാൾ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇവിടുത്തെ കിടപ്പ് പൊറുതി ശരിയല്ല. 2 ഭാര്യമാരുണ്ടായി. അവരുടെ മക്കള്, തോഴിമാർ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പുള്ളി തിരിച്ചു പോരുകയാണ്. അപ്പനെ പറ്റിച്ച് നേടിയതുമായിട്ട് പല അനുഗ്രഹമൊക്കെ നേടി, വലിയ സമ്പന്നനുമായി. പക്ഷെ അപ്പനെ പറ്റിച്ച് നേടിയവന് സ്വസ്ഥതയില്ല. പാപത്തിൽ സമ്പത്ത് നേടിയവന് സ്വസ്ഥത ദൈവം കൊടുത്തില്ല. അവൻ ലാബാന്റെ ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാര്യമാരെയും തോഴിമാരെയും 12 മക്കളെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന യാബോക്ക് നദിയുടെ തീരത്തെത്തി കഴിഞ്ഞപ്പോൾ അവൻ അക്കരെ ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ലാബാൻ പുറകിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പോൾ യാക്കോബ് പറഞ്ഞു, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അളിയന്മാരെതിരാണ്, അമ്മായിയപ്പൻ്റെ സ്വഭാവം എനിക്കപ്പം ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. നീ എങ്ങോട്ട് പോണേ? ഞാൻ എൻ്റെ ചേട്ടൻ താമസിക്കുന്ന ആ നാട്ടിലേക്ക് പോവുകയാണ്. അന്നപ്പം ലാബാൻ ഒരു വരയൊക്കെ വരച്ചിട്ട് പറഞ്ഞു, മേലാൽ ഇങ്ങോട്ട് വരരുത്. ആമേ. ഇപ്പൊ യാക്കോബിന്റെ കയ്യിൽ ഇഷ്ടമാതിരി സമ്പത്ത്, മക്കള്, ആടുമാടുകൾ, വേലക്കാർ എല്ലാം ഉണ്ട്. സ്വസ്ഥത മാത്രമില്ല. അക്കരെ ദേശത്തേക്ക് പോകണം. 2 ആളെ വിട്ട് ചോദിച്ചു, ചേട്ടായി അവിടെ ഉണ്ടോ? ഞാൻ പണ്ട് പറ്റിച്ചിട്ട് പോയതാ, ചേട്ടായിട്ട് ദേഷ്യം മാറിയെന്ന് പോയി നോക്കാൻ പറഞ്ഞു. 2 പേര് യാബോക്ക് നദി കിടന്ന് അവിടെ പോയി. പോയതിനേക്കാൾ സ്പീഡ് തിരിച്ചു വന്നു. ചേട്ടായി അവിടെ ഉണ്ടോ? ഉണ്ടെന്ന് മാത്രമല്ല, ഞങ്ങളെ ചെല്ലുമ്പോൾ വീട്ടിനകത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 100-300 അഭ്യാസികൾ നിന്നിട്ട് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? പുള്ളി അവിടെ പടയാളികൾ, അഭ്യാസികൾ വെച്ചോണ്ടിരിക്കുക. പണ്ടൊരുത്തം പറ്റിച്ചു പോയിട്ടുണ്ട്, വന്നാൽ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോയ ചേട്ടൻ കൊല്ലും, ഇങ്ങോട്ട് പോയ അമ്മായിപ്പം കൊല്ലും. ഇഷ്ടമാതിരി സമ്പത്തുണ്ട്, സ്വസ്ഥത മാത്രമില്ല. ബുദ്ധിമാനാണ് യാക്കോബ്, അതിബുദ്ധിമാനാണ്. അവനൊരു കാര്യം തീരുമാനിച്ചു. തൻ്റെ സമ്പത്തിനെ ഗണമായി തിരിച്ചു. എല്ലാ ഗണത്തിനെയും യാബോക്ക് നദിയുടെ അക്കരയ്ക്ക് ബോട്ടിൽ കയറ്റി വിട്ടു. പോകുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ ഏശാവ് ദേഷ്യം പിടിച്ച് വരുമ്പോൾ പറയണം, നിന്റെ ദാസനായ യാക്കോബ് തന്നു വിട്ടതാണ്, എല്ലാം എടുത്തോളം പറയണം. അങ്ങനെ ഓരോന്ന് കൊടുത്തു വിട്ടു. അവസാനം യാക്കോബ് മാത്രം യാബോക്ക് നദിയുടെ ഇക്കരെ ഒറ്റയ്ക്ക്, നേടിയതെല്ലാം അക്കരെ, ഇയാൾ ഇക്കരെ ഒറ്റയ്ക്ക്. സ്വസ്ഥതയുണ്ടോ? വലിയ ചാരിറ്റി ചെയ്തു, നേടിയതെല്ലാം ചാരിറ്റി ചെയ്തു, സ്വസ്ഥതയില്ല. കേട്ടോളണം ഒരു ദൂത്, നീ കള്ളത്തരത്തിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും പാപത്തിലൂടെയും അശുദ്ധിയിലൂടെയും എന്ത് നേടിയിട്ടും കുറെ ചാരിറ്റി ചെയ്താൽ ദൈവം നിനക്ക് സമാധാനം തരില്ല. കുറെ പുണ്യപ്രവൃത്തി ചെയ്താൽ ദൈവം നിനക്ക് സമാധാനം തരില്ല. സ്വസ്ഥത കെടുത്തിയ പിശാച് നിന്റെ ഉള്ളിൽ നിന്ന് പോകണം. ഞാൻ കുറെ പുണ്യപ്രവൃത്തി ചെയ്തു, എല്ലാം ചേട്ടായിക്ക് കൊടുത്തു, ദൈവം സ്വസ്ഥത തരില്ല. യാബോക്ക് നദിയുടെ തീരത്ത് റെസ്റ്റ്ലെസ് ആയിട്ട് മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ആ രാത്രിയിൽ സ്വർഗത്തിൽ ദൈവം ഒരു കമ്മിറ്റി വിളിച്ചു. ദൂതന്മാരിൽ ഒരുത്തൻ വിളിച്ചിട്ട് പറഞ്ഞു, താഴെ ഒരുത്തൻ യാബോക്ക് നദിയുടെ തീരത്ത് കിടക്കുന്നുണ്ട്, അവനോട് പോയിട്ട് സുവിശേഷം പറ. ഒരു ദൈവദൂതൻ താഴേക്ക് വന്നിട്ട് യാക്കോബിനോട് ആ രാത്രി മുഴുവൻ സുവിശേഷം പറഞ്ഞു. മാനസാന്തരപ്പെട്, ഈ രാത്രി മാനസാന്തരപ്പെട്. യാക്കോബ് പറഞ്ഞു, എനിക്ക് നേരമില്ല. ബൈബിളിൽ വേറൊരു ഭാഷയിലാണ് എഴുതിയത്, ദൈവദൂതനും യാക്കോബും തമ്മിൽ മൽപ്പിടുത്തം നടന്നു. മാനസാന്തരപ്പെട്, സൗകര്യമില്ല, കല്ലൂടി നിർത്ത്, ഇപ്പൊ പറ്റില്ല, പാവജീവിതം മാറ്റി, എന്നെ കൊണ്ട് പറ്റില്ല, ഈ അശുദ്ധബന്ധം വിട്, എന്നെ കൊണ്ട് പറ്റില്ല. മൽപ്പിടുത്തം. ദൈവദൂതൻ പറഞ്ഞു, കർത്താവേ, നേരം വെളുക്കുന്നവരെ ഞാൻ ഇവനോട് സുവിശേഷം പറഞ്ഞു.
ഇത്രയും നേരം ഇവനോട് ശക്തമായിട്ട് തൊണ്ട പൊട്ടുന്ന രീതി ഞാൻ പ്രസംഗിച്ച്, ഇവനൊക്കെ ഒരു മാറ്റമില്ല. അപ്പൊ ദൈവം പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, അവനെന്താ മാനസാന്തരപ്പെടാത്തതെന്നൊന്ന് പരിശോധിച്ച് നോക്കി, ഒരു കൗൺസിലിംഗ് നടത്തും. ദൂതൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്താ കാര്യം. പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയാണ്, കർത്താവേ എന്താ ചിന്ത? അപ്പൊ ദൂതൻ ദൈവത്തോട് പറഞ്ഞു, പുള്ളി പറയുന്നത്, നേടിയതൊക്കെ പോയാൽ എന്താ, ആരോഗ്യം ബാക്കിയുണ്ടല്ലോ, ആരോഗ്യം ബാക്കിയുണ്ടല്ലോ, ശക്തി ബാക്കിയുണ്ടല്ലോ, ഞാൻ ഇനിയും ഓടും, ഞാൻ ഇനിയും നേടും. അപ്പൊ ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ ഓടണ്ട, ഓടണ സ്ഥലത്തൊന്ന് തൊട്ടേക്കാൻ പറഞ്ഞു. അവൻ്റെ അരയിൽ ദൈവം ഒന്ന് തൊട്ട്, അരയിൽ ദൈവദൂതൻ തൊട്ടപ്പോൾ അവൻ്റെ അര ഉളുക്കിപ്പോയി. ഇനി അവൻ ഓടാൻ പറ്റുമോ? പറ, ഓടാൻ പറ്റുമോ? ഇനി നിരങ്ങാൻ പോലും പറ്റില്ല. ഇനി ഏശാവ് യാക്കോബ് നദി നീന്തിക്കയറി വന്നാൽ ഇവന് നിരങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ യാക്കോബ് ദൈവദൂതനെ ഇങ്ങനെ വട്ടോട്ടങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, പോവരുത്, പോവരുത്, ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കാതെ പോകരുത്. ഇനി കേട്ടോളൂ, ശക്തമായൊരു ദൂതൻ ഇടയിൽ പറയാൻ പോവാം, എന്നെ അനുഗ്രഹിക്കാതെ പോകരുത്. അപ്പൊ ദൂതൻ ദൈവത്തോട് പറഞ്ഞു, ആള് മാനസാന്തരപ്പെട്ട് അനുഗ്രഹിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ദൈവം ചോദിച്ചു, അനുഗ്രഹം കൊടുത്താൽ ഇപ്പൊ സ്വീകരിക്കാൻ പറ്റില്ല, ഉള്ളിൽ വേറൊരു സാധനം കിടപ്പുണ്ട്, അത് ചോദിക്കും, ഇവനെ കുമ്പസാരിപ്പിക്കും. അപ്പൊ ദൈവദൂതൻ യാക്കോബിനോട് പറയുകയാണ്, അനുഗ്രഹം വേണമല്ലേ? വേണം. എന്നാ പറ, എന്താ പറയണ്ടേ? നിന്റെ പേരെന്നാ? നിന്റെ പറഞ്ഞ നിന്റെ എൻ്റെ ഒരു ചോദ്യം, ദൈവത്തിൻ്റെ ദൂതന് യാക്കോബിൻ്റെ പേര് അറിയാമോ ഇല്ലയോ? പിന്നെ എന്തിനാ ഈ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് റജി എന്നാണ്. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇയാളുടെ പേരെന്താണെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തിനാ ദൂതൻ ഇവനോട് ഈ പേര് ചോദിച്ചത്? പണ്ട് കണ്ണ് കാണാത്ത ഇസഹാക്ക് ആട്ടിറച്ചി കൊണ്ട് ചെന്നപ്പോൾ ഇത്ര വേഗം വന്നോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, ആരാ വന്നേ? അന്നേരം ഇയാളൊരു ഉത്തരം പറഞ്ഞു, എൻ്റെ പേര് അന്ന് പറഞ്ഞ നുണ ചങ്കി കിടക്കുകയാണ്, അത് ഏറ്റു പറ. കുമ്പസാരം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? പാപം നീ മറച്ചു വെച്ചിട്ട് ജീവിച്ചാൽ അനുഗ്രഹം വരില്ല, അത് പറ. ആ ഒളിച്ചു വെച്ചിരിക്കുന്ന തെറ്റില്ല, അത് പറ. യാക്കോബിന് കാര്യം മനസ്സിലായി. യാക്കോബ് ദൈവദൂതനെ വട്ടോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവദൂത, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അവൻ പാപമേറ്റു പറഞ്ഞപ്പോ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റി, നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആരാ ഇസ്രായേൽ എന്ന്? ആരാ ഇസ്രായേൽ? ആരാ? അല്ല, ആരാ? മാനസാന്തരപ്പെട്ടവനെ ദൈവം വിളിക്കുന്ന പേരാണ്. ഉറക്കെ പറ, പാപം ഏറ്റു പറഞ്ഞവനെ സ്വർഗം വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ. പാലസ്തീനിൽ യുദ്ധം ചെയ്യുന്ന ജനതയുടെ പേരല്ല. ആര് പാപമോർത്ത് പശ്ചാത്തപിക്കുന്നുവോ അവനെ സ്വർഗം വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ. ഇനി നിങ്ങൾ കാനാന്യക്കാരുടെ അടുത്തേക്ക് വാ. കാനാന്യക്കാർ ഇന്നലെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളിലേക്ക് മാത്രമേ അനുഗ്രഹം ഒഴുകൂ. അർത്ഥം, മാനസാന്തരപ്പെടുക, പാപജീവിതം ഉപേക്ഷിക്കുക. നീ ചില പ്രാർത്ഥനയുമായിട്ട് ദൈവാലയത്തിന്റെ മധുഹാര മുമ്പിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കില്ലേ? ദൈവം നിന്റെ കാതുകളിലേക്ക് പറഞ്ഞൊരു ശബ്ദമുണ്ട്, പാപം തിരുത്ത്, അശുദ്ധി തിരുത്ത്, തിന്മ തിരുത്ത്, മാനസാന്തരപ്പെട്, ദൈവം ഇടപെടും. ചേച്ചിക്ക് കാര്യം മനസ്സിലായി, ഞാനൊരു ഇസ്രായേൽക്കാരിയാണ്. അടുത്ത വായിച്ചേ. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ആമേൻ. കേട്ടോ, എൻ്റെ ഒപ്പം വാ. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ ഞാനൊരു ഇസ്രായേൽക്കാരിയാണ്. എന്താണ് ഇസ്രായേൽക്കാരി എന്ന് പറഞ്ഞത്? അടുത്ത ഭാഗം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുകയാണ്, അവൾ ഇസ്രായേൽക്കാരുടെ സ്വഭാവം കാണിച്ചു. എന്താണ് ഇസ്രായേൽക്കാരുടെ സ്വഭാവം? ബോംബിടുക, അതാണ്? അതല്ല, എന്നതാ? ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട്, അവർ ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ എല്ലാവരും പറഞ്ഞേ, ദൈവത്തെ കേട്ടില്ല, ദൈവത്തെ കേട്ടില്ല, ഒന്നോട് പറഞ്ഞേ, ആരാധിക്കും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന ജനമെന്നാണ് അർത്ഥം. അവർ ദൈവത്തെ ആരാധിക്കും. അടുത്ത വാക്യം കേട്ടോ, അവൾ എന്നാ പിന്നെ ഇയാൾ എന്തെങ്കിലും കാട്ടെന്ന് പറഞ്ഞു പോയില്ല. അവൾ ഉടനെ തന്നെ അവളുടെ ജീവിതത്തിൽ
വന്നുപോയ തെറ്റോർത്ത് കർത്താവിൻ്റെ മുമ്പിൽ അങ്ങ് വീണ്. അതൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കി. ഭയങ്കര തിരക്ക്, ആൾക്കാർ മുഴുവൻ ഇങ്ങനെ നെട്ടോട്ട് ഓടി നടക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ അവളുടെ ആവശ്യത്തിന് വേണ്ടി ആ പെരുവഴിയിൽ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അങ്ങ് വീണ്. അവർ കാണുമോ, ഇവർ കേൾക്കുമോ? അങ്ങനെ ഒന്നുമില്ല. ഇന്ന് യാക്കോബായക്കാർക്ക് പറ്റിയൊരു പറ്റ് നമുക്ക് ഏറ്റവും നിന്ദ്യമായത് ആരാധനയായി മാറി. ഞാനൊരിക്കൽ ദുബായ് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ കുറേ ചെറുപ്പക്കാർ നമ്മുടെ ഫെവിനച്ചൻ്റെ അടുത്ത് വന്ന് കൂടുന്നത് പോലെ എൻ്റെ അടുത്ത് വന്ന് കൂടുമായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് അവൻ വരുന്നത് തന്നെ ഇറിറ്റേഷനാണ്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, ബാച്ചിലറാണ്, മറ്റു പിള്ളേരുടെ കൂടെ വരുന്നത്, ഇങ്ങനെ വരും, പാട്ടൊക്കെ പാടും. എനിക്ക് പിന്നെ ഇറക്കി വിടുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവൻ വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചിട്ട് വരുള്ളൂ. ഇവൻ വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിൽ കയറി ഞാൻ കാണാണ്ടെന്ന് വലിച്ചിട്ട് ഫ്രഷ് തരുള്ളൂ. പക്ഷെ സ്മെല്ല് പോവില്ല. പിന്നെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിലൊക്കെ തൊട്ട് ഞാൻ കൈക്കും ഈ ഇതിൻ്റെ മണമാണ്. അപ്പോൾ ഞാനിങ്ങനെ നീ വലിക്കുമല്ലേ, അച്ഛൻ ഞാൻ ഓർമ്മ വലിച്ചോളൂ. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും എനിക്ക് ഇഷ്ടമല്ല ഇവനെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവനെ ഇരുത്തിയിട്ട് ഒരു ഉച്ച വരെ കുറേ വചനമൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ശരി അച്ഛാ. പിറ്റേ വ്യാഴാഴ്ച പിന്നെയും വരും, അപ്പോഴും മണം. അപ്പം എനിക്ക് അങ്ങോട്ട് ഇവനോട് ഒരു താല്പര്യമില്ലാണ്ടായി. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവൻ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുറകിൽ അവിടെ ബേബി റൂമുണ്ട്, അവിടേക്ക് ഇരിക്കത്തുള്ളൂ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞായറാഴ്ചത്തെ രാത്രി ഇവിടുത്തെ പോലെ തന്നെ കുർബാന, പുള്ളി മുമ്പിൽ വന്നു ഭയങ്കര പ്രാർത്ഥന. പിറ്റേ വ്യാഴാഴ്ച വന്നു, ഇവൻ വേദോത്സവമൊക്കെ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എടാ ഇവനൊരു മാറ്റം വന്നില്ല. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിനക്കെന്താ പറ്റും? പോകാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്കിപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു സ്നേഹം മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ ഏതോ പ്രസംഗം ഇവൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഏത് പറഞ്ഞപ്പോഴാണ് നിനക്ക് തൊട്ടത്? അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞപ്പോഴൊന്നുമല്ല എനിക്ക് വന്നത്, അച്ഛനൊന്നും പറഞ്ഞതിലല്ല എൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ ചെന്നതാണ്. ഞാൻ ഈ പേര് പറഞ്ഞ് ക്ഷമിക്കണം, ഇതിനകത്തൊന്നും ഇടരുത്. നമ്മുടെ പള്ളിയിൽ ആ ജേക്കപ്പങ്കളില്ലേ, ജേക്കപ്പങ്കൾ തുമ്പമൺകാരനുണ്ട്, ജേക്കപ്പങ്കളുണ്ട്. ആ ജേക്കപ്പങ്കളില്ലേ, പുള്ളിയാണ് ഈ ഇടവകയിൽ ഏറ്റവും പൈസ ഉള്ള ആൾ. ഈ ഇടവകയിലേക്ക് വെച്ച് ഏറ്റവും കാശുള്ള മനുഷ്യൻ പുള്ളിയാണ്. പക്ഷെ പുള്ളി കുർബാനയ്ക്ക് വന്നിട്ട് ഗായക സംഘത്തെ നോക്കൂല, അവിടെ നോക്കൂല, ഇവിടെ നോക്കൂല. പുള്ളി ദൈവത്തെ ഉറക്കെ പാടി ആരാധിക്കും. അപ്പം ഈ ചെറുക്കൻ എന്ന് ചോദിച്ചു, ചേട്ടൻ എന്താ ഒരു നാണോ മാനോ ഇല്ലാണ്ട് ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഞാൻ ബോംബെയിൽ ചെന്നിട്ട് കള്ളവണ്ടി കയറി ബോംബെ ചെന്ന് പട്ടിണി കിടന്ന ജീവിതം മാറാൻ വേണ്ടി അവിടെ നിന്ന് തുമ്പമണ്ണിയിൽ നിന്ന് ബോംബെ ചെന്ന് പൈപ്പ് വെള്ളം കുടിച്ചും മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചവനാണ്. ഇന്ന് ഞാനിങ്ങനെ ആയതിൻ്റെ പുറകിൽ എൻ്റെ ദൈവം, ഞാൻ അവനെങ്ങനെ ആരാധിക്കാതിരിക്കും? ഇവൻ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ആരാധിക്കുന്നത് കണ്ട് ഇവൻ മാനസാന്തരപ്പെട്ടു. കണ്ടോ, പരിശുദ്ധാത്മാവ് പകർന്നു. ഇന്ന് യാക്കോബായ സുറിയാനി സഭയിലെ ഒരു ദുരന്തം ഇവിടെയല്ല, ഇവിടെയൊക്കെ ഇത്രയെങ്കിലും ഉണ്ടല്ലോ. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ ഭയങ്കര ആരാധനയാണ്. എങ്ങനെയെന്നറിയോ, ആൾക്കാരെല്ലാം വരും, വന്നു കഴിഞ്ഞാൽ കുറേ എണ്ണം ഓഫീസിൽ, കുറേ എണ്ണം പള്ളിമുറിയിൽ, കുറേ എണ്ണം ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത്, കുറേ എണ്ണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊട്ടി പോകും. അവസാനം കൈമൊത്തം വരും. എവിടെ പോയതാ? പള്ളിയിൽ പോയതാ. എന്തിനു പോയതാ? അവന് പ്രാർത്ഥനയില്ല, ആരാധനയില്ല. പോകുമ്പോൾ ഞാനിന്ന് രാവിലെ പള്ളിയിൽ പോയി. നീ പള്ളിയിൽ പോയത് ചിലർ വർത്തമാനം പറയാൻ, ചിലർ പുതിയ സാരി കാണിക്കാൻ, ചിലർ പുതിയ വസ്ത്രം കാണിക്കാൻ. ആരാധിക്കാൻ വന്ന് എത്ര ഉണ്ട്? പിന്നെ അച്ഛൻ്റെ കുറെ കുറ്റം പറയണം, പള്ളിയിൽ കുറെ വിഷയം ഉണ്ടാക്കണം, പൊതുയോഗത്തിന് അതിന് വലിയ ആളാണ്. ആരാധന എവിടെ? ആരാധന പരിഹാസമായി. പരിഹാസത്തിന്റെ കുറ്റിയിൽ സുറിയാനിക്കാരന്റെ ആരാധനയെ പിശാച് കെട്ടിയപ്പോ നമുക്ക് ആരാധിക്കാൻ ഒരു മടിയായി. ഈ ചേച്ചി വീട്ടിൽ പിശാചിന്റെ ബന്ധനം കിടക്കുന്നവർക്ക് മനസ്സിലായി, ഈ കർത്താവിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ അവന്റെ മുമ്പിൽ അങ്ങ് വീണു. അവൾ നമസ്കരിച്ചു. കേട്ടോളൂ, അവൾ അവനെ പ്രണമിച്ചു, നമസ്കരിച്ചു. കർത്താവേ എന്നെ സഹായിക്കണമേ. ഞാൻ നിങ്ങൾ ആ കാനാന്യക്കാരിയെ കുറിച്ച് ചിന്തിക്കാനല്ല പറഞ്ഞത്, അവനവൻ്റെ ജീവിതം ഞാനീ പറയണത്. കർത്താവിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കരഞ്ഞു, എന്നെ സഹായിക്കണം. വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. വലിയ വലിയ ഡോക്ടർമാരുണ്ട്, വൈദ്യന്മാരുണ്ട്, പലരുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലെ പ്രശ്നം മാറ്റാൻ കർത്താവേ നീ മാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കണമേ. വായിച്ചേ. അവനോ മക്കളെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇത്രയും നേരമൊക്കെ എനിക്ക് കുറെ മനസ്സിലായി. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താ ഈ പറയണേ? ഒരാൾ കർത്താവിനെ ആരാധിച്ച് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ മറുപടി, മക്കളുടെ അപ്പമെടുത്ത് ബാക്കി പറഞ്ഞേ പട്ടിക്ക് കൊടുക്കുന്നത് ശരിയല്ല.
അതിൻ്റെ അവസ്ഥ നൽകും. നിങ്ങൾക്ക് അതിൻ്റെ ആ ഡെപ്ത് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പള്ളിയിലെ വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി, സെക്രട്ടറി, വികാരി അച്ഛൻ എല്ലാവരും കൂടി കൂട്ടി തീരുമാനമെടുത്തു. അങ്ങനെ വിചാരിക്കുക, 8 നോമ്പ് പെരുന്നാൾ കഴിയുന്ന ദിവസം നമ്മുടെ ഈ ഇടവകയിൽ കൂടുന്ന ഏതെങ്കിലും ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഒരു സഹായം കൊടുക്കണം, നമുക്ക് ഇവിടുത്തെ ഫണ്ട് കൊണ്ട്. അങ്ങനെ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ 8 നോമ്പിൻ്റെ ചാരിറ്റി നാട്ടിലേക്കല്ല ചെയ്യുന്നത്, ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും പാവപ്പെട്ടവർക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ളവരെ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം താമസിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് പരസ്പരം ആലോചിച്ചപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, എടാ നീ പറഞ്ഞത് ശരിയാ, അവർക്ക് കൊടുത്തേക്കാം. നിങ്ങളിവിടെ വന്നു. അപ്പം അച്ഛൻ ഇവിടെ അധ്യക്ഷനായിട്ടിരിക്കുന്നു, ബാക്കിയുള്ളവർ ഇരിക്കുന്നു. അപ്പോൾ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛോ, ഞങ്ങൾ എല്ലാവരും കൂടി പോയി പരിശോധിച്ചപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആ വീട്ടുകാരെ സഹായിക്കാൻ യോഗ്യരാണ്, അതുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പം അച്ഛൻ ചോദിച്ചു, അവർ നമ്മുടെ ഇതിൽ പെട്ടതാണോ? അല്ല, അവരെ ഓർത്തഡോക്സിനെ കണ്ട് പെട്ടതാണ്. അപ്പം നമ്മുടെ അച്ഛൻ പറയുന്നത് വിചാരിച്ചു, സെൻറ്റ് ജെയിംസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചാരിറ്റി കണ്ട പട്ടിക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെന്തെങ്ങനെ ഒരു വികാരമില്ലാണ്ടിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനോടുള്ള മനോഭാവം എന്തായിരിക്കും? അച്ഛൻ പിന്നെ ഒരു ഹല്ലേലൂയ പറഞ്ഞു പോകാന്ന് പറയുമോ? ഇവിടെ ചിലപ്പോൾ പറയായിരിക്കും. നാട്ടിലാണെങ്കിൽ എന്താണെന്നറിയോ? അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ നാട്ടിൽ പിറ്റേ ദിവസം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാട്ട് കേൾക്കാം, മൃഗായോ ദസുബോ. അച്ഛൻ പട്ടിക്കകത്തുണ്ടോ? വിടുമോ നമ്മൾ? അച്ഛൻ്റെ വീട്ടിൽ പിന്നെ ശവസംസ്കാരത്തിൻ്റെ പാട്ടേ കേൾക്കാനുണ്ടാവുള്ളൂ. അതായിരിക്കും അവസ്ഥ. ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഈ ചേച്ചി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ വന്ന് എന്നെ സഹായിക്കണം കർത്താവ്. അപ്പോൾ യേശു പറയാണ്, മക്കളുടെ അപ്പെടുത്ത് പട്ടിക്ക് കൊടുക്കില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇതൊക്കെ പലതരത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പല പള്ളിയിലും. കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ്, പട്ടി എന്നുള്ളത് യഹൂദന്മാർ മനുഷ്യരെ കണ്ടവേ അങ്ങനെയാണ്, വിജാതിയരെ കണ്ട. അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതൊന്ന് വെളിപ്പെടുത്തി തരണം. ദൈവം എനിക്കതിന് ഒരു ഉത്തരം എനിക്ക് വെളിപ്പെടുത്തി തന്നു. നിങ്ങൾ കേൾക്കണം. ആർക്കിട്ട് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞേ? പട്ടിക്ക്. എന്താ ഈ പട്ടിക്ക് കുഴപ്പം? പട്ടി ആരാ സൃഷ്ടിച്ചത്? ദൈവം. ദൈവം സൃഷ്ടിച്ച സൃഷ്ടി എങ്ങനെ മോശമാവുന്നത്? ദൈവമല്ലേ സൃഷ്ടിച്ച പട്ടീനെ, പിന്നെന്താ കുഴപ്പം? കേട്ടോ, യഹൂദന് അറപ്പുള്ള 2 മൃഗങ്ങളേ ഉള്ളൂ, പട്ടിയും പിന്നേതാ പറ, പന്നിയും. 2 മൃഗങ്ങൾ യഹൂദൻ അറപ്പാണ്. യഹൂദന്റെ കാലഘട്ടം വന്നപ്പം അവന് ഈ 2 ചെവിയും വാലും കാലുമുള്ള ജീവിയെ പറഞ്ഞു. പക്ഷെ ബൈബിൾ പറഞ്ഞ ശരിക്കും അതല്ല. പട്ടിയും പന്നിയും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലായില്ല. ഞാനിവിടെ ഇങ്ങനെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ വിഷയമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മളിങ്ങനെ ബൈബിൾ വായിച്ചിങ്ങനെ പോയി. 2 പത്രോസ് 2-ാം അധ്യായം വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉത്തരം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ബൈബിൾ വായിച്ച് അങ്ങറ്റത്തെത്തുമ്പോഴാണ് ചിലതിൻ്റെ ഉത്തരം കിടക്കുന്നത്. 2 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം കിടക്കുന്നു. കുളിച്ച പന്നി ചേറിലേക്ക് പിന്നെയും ചാടും, നായ ഛർദ്ദിച്ചത് പിന്നെയും തിന്നും. എനിക്ക് ഉത്തരം മനസ്സിലായി. യേശു പറഞ്ഞു, നീ അനുഗ്രഹം ചോദിച്ച് ആരാധിക്കുന്നത് മക്കളുടെ അപ്പമെടുത്ത് പട്ടിക്ക് കൊടുക്കില്ല. പട്ടിയുടെ കുഴപ്പം, പട്ടി ഛർദ്ദിച്ചത് പിന്നെയും തിന്നും. പറഞ്ഞേ, പട്ടി ഛർദ്ദിച്ചത് പിന്നെയും തിന്നും. ഛർദ്ദിച്ചത് പിന്നെയും തിന്നത് ജീവിക്കാൻ മക്കൾക്ക് കൊടുക്കുന്ന അപ്പം തരില്ല. ചോദ്യം നിങ്ങളോട്. ചോദ്യം വളരെ മോശമാണെന്ന് എനിക്കറിയാം, ഒരു പ്രസംഗത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമല്ല. എങ്കിലും ചോദ്യം, നിങ്ങൾ ഛർദ്ദിൽ തിന്നുവോ? അത് കേട്ടപ്പോൾ തന്നെ ഒരു ഓക്കാനോ അല്ലേ? ഈ പുക്കലിൻ്റെ അടിയിൽ നിന്നൊരു സാധനം ഇങ്ങനെ തകട്ടി വന്നില്ലേ? ഞങ്ങളുടെ മലബാറിലെ തിരുമേനി പുസ്തകം എഴുതുന്ന തിരുമേനിയാണ്. തിരുമേനി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. തിരുമേനി അതിനകത്ത് എങ്ങനെയാണ് നമുക്കിപ്പോൾ തിരുമേനോട് പറയാൻ പറ്റുമോ? തിരുമേൻ്റെ പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നൊന്നും എനിക്ക് പറയാൻ പറ്റുമോ? എങ്കിലും എനിക്ക് തിരുമേനോട് പറയണമെന്നുണ്ട്. അങ്ങനെ ഒന്നും എഴുതണ്ടായിരുന്നു. തിരുമേനി എഴുതിയതാണ്. തിരുമേനി എഴുതിയത് ഞാൻ പറയാം. എനിക്കത് ഭയങ്കര അസ്വസ്ഥത തോന്നി വായിച്ചപ്പോൾ. തിരുമേനി ഇങ്ങനെയാണ് എഴുതിയത്. ഒരിക്കലും ഒരു കുടുംബം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊച്ച് ഛർദ്ദിച്ചു കഴിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കൂട്ടിലേക്ക് അമ്മ ഈ ഛർദ്ദിലെല്ലാം കൂടെ കളക്ട് ചെയ്തു. മലയാളിയുടെ സ്വഭാവമാണല്ലോ. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ വന്ന് നിന്നു. അപ്പോൾ അമ്മ ഇതെല്ലാം കൂടെ ചുരുത്തി കൂട്ടി ബാക്കി ഉണ്ടായിരുന്ന ബന്നും ബ്രെഡും എല്ലാം ഇതിനകത്ത് കിട്ടിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. അവിടെ ഒരു പട്ടി നിൽപ്പുണ്ടായിരുന്നു. ആ പട്ടി ഓടി വന്നു.
പക്ഷെ പട്ടിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആ പട്ടി വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. ഇച്ചിരി മാനസിക പ്രശ്നമുള്ള ആളാണ്. അയാൾ ഓടി വന്നു. പട്ടിക്ക് മുമ്പ് അയാൾ ഈ കൂടെടുത്ത് പട്ടി ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അയാൾ കൂടെടുത്ത് അയാൾ ഇങ്ങനെ തുറന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ആഹാരമാണ്. ഇച്ചിരി മാനസിക പ്രശ്നമുള്ള ആളാണ്. അയാൾ ആ ഭക്ഷണം എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി ഇളക്കിയിട്ട് അയാൾ വാരി തിന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഈ ഒരു പുസ്തകത്തിൽ ഞാനിത് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയില്ലേ? സർദിൽ തിന്നു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് പട്ടിക്ക് കൊടുക്കില്ല. പട്ടി സർദിൽ തിന്നുന്ന ജീവിയാണ്. പന്നി കുളിച്ച് നന്നായിട്ട് ഫ്രഷാക്കി നിർത്തേലും ചേറ് കണ്ട പിന്നെ ചാടും. പട്ടി എത്ര നല്ല പട്ടിയാണെങ്കിലും സർദിൽ കണ്ട പിന്നെ തിന്നു. ചോദ്യം നിങ്ങളോട്, നിങ്ങൾ സർദിൽ തിന്നാറുണ്ടോ? പറ. എന്തോ ഈ സർദിൽ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഉണ്ടാവില്ല. എന്താ ഈ സർദിൽ എന്ന് പറഞ്ഞാൽ? നമ്മളൊരാഹാരം കഴിച്ചിട്ട് ആ കഴിച്ച ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് ലയിച്ച് ചേരാൻ പറ്റാത്തത് കൊണ്ട് ശരീരം അതിനെ പുറന്തള്ളി കളയുന്ന പ്രക്രിയയാണ്. അതാണോ? ഞാൻ സയൻസ് പഠിച്ചിട്ടുണ്ട്. അതാണോ? ശരീരത്തിന് അത് യോജ്യമല്ല എന്ന് കണ്ടപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ അതിനെ പുറന്തള്ളി കളയുന്നു. അതാണ് ഛർദ്ദിൽ. അത് പിന്നെയും തിന്നാറുണ്ടോ എന്ന ചോദ്യം. ഞാൻ പറഞ്ഞത് ഈ ശരീരത്തിന്റെ കാര്യമില്ല. ആ കുമ്പസാരക്കൂടിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ ആത്മാവിനെ കെടുത്തി കളയുമെന്ന് കരുതി, നിന്റെ ആത്മാവിനെ ചേരാത്തതാണെന്ന് കരുതി പുരോഹിതന്റെ മുമ്പിൽ വന്ന് കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് ഛർദ്ദിച്ചു കളഞ്ഞ ചില അവശിഷ്ടങ്ങളില്ലേ, അത് പിന്നെ തിന്നിട്ടുണ്ടോ എന്നാ ചോദിച്ചേ. പറ. ഇനി ഞാൻ മദ്യപിക്കില്ലെന്ന്, ഇനി ഞാൻ വ്യഭിചാരം ചെയ്യില്ലെന്ന്, ഇനി ഞാൻ ഫോൺ വീഡിയോ കാണൂലെന്ന്, ഇനി ഞാൻ അശുദ്ധിയിൽ ജീവിക്കില്ലെന്ന്, ഇനി ഞാൻ തിന്മയ്ക്ക് അകപ്പെടില്ലെന്ന്, ഇനി ഞാൻ വിഭാഗീയതയിൽ ചേരില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഛർദ്ദിച്ചിട്ട് മാറി നിന്നിട്ട് പിന്നെയും വാരി തിന്നോന്ന്. അങ്ങനെയുള്ളവനുള്ളതല്ല അനുഗ്രഹം. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്. മക്കളുടെ അപ്പം എടുത്ത് പട്ടിക്ക് കൊടുക്കില്ല. ആ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. പട്ടി എന്ന് വിളിച്ചപ്പം അവൾ പിണങ്ങിപ്പോയില്ല. അവൾക്ക് മനസ്സിലായി ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താ അറിയോ? അവൾ ദാവീദ് പുത്ര എന്ന് വിശ്വാസത്തോടെ നിലവിളിച്ചു വന്നവളാണ്. അക്ഷരം കേട്ടിട്ടല്ല പോയത്, ആത്മാവിൽ അർത്ഥം കേട്ടിട്ട് പോയി. കൺവെൻഷൻ വരുമ്പം, ആരാധനയ്ക്ക് വരുമ്പം, ഏവെങ്കിലും പ്രസംഗം പറയും വരുമ്പം അച്ഛന്മാർ പറയുന്നത്, ധ്യാനഗുരു പറയുന്നത് അക്ഷരത്തിൽ കേട്ടിട്ട് പോയാൽ പോരാ, ആത്മാവിൽ കേൾക്കണം. ആന്തരിക കാതുകൾ തുറക്കണം. ആ ചേച്ചിയുടെ ആന്തരിക കാത് തുറന്നു. അവൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരിയോ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. അവൾ പറഞ്ഞു, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അവളൊരു കൗണ്ടർ തിരിച്ചടിച്ചു. എന്താ അവൾ പറഞ്ഞെന്നറിയാം? അങ്ങ് പറഞ്ഞത് സത്യമാണ്, പക്ഷെ ആ ഛർദ്ദിൽ നിന്ന പട്ടിക്കും അപ്പം കിട്ടാറുണ്ടല്ലോ. എങ്ങനെ? മക്കള് തിന്ന് വേസ്റ്റാക്കിയത്. എന്താ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് വിശക്കാണ്, അപ്പം 3 ഇഡലിയും സാമ്പാറും കൊടുത്തു. 3ാമത്തെ ഇഡലി തിന്നപ്പോഴേക്കും വയറ് നിറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നിട്ട് 2 കൂടെ ഇട്ടിട്ട് പറഞ്ഞു, ഇതും കൂടെ കഴുകി. അപ്പോൾ സാമ്പാറൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ചു. ഇപ്പം ഇതെന്തായി? വേസ്റ്റായി അല്ലേ? അപ്പോൾ ഇവനെന്ത് ചെയ്തു? ഇത് തിന്നാൻ പറ്റാത്തത് കൊണ്ട് അവിടെ തള്ളിയിട്ട് പോകും. വേസ്റ്റ്. അതിനെല്ലാം യോഗ്യതയുണ്ട്, പക്ഷെ ഇവന് വേണ്ടാത്തത് കൊണ്ട്, ഇവന്റെ ഉള്ളിൽ നിറഞ്ഞത് കൊണ്ട് ഇവനതിനെ തള്ളിക്കളയും. വേസ്റ്റ്. മക്കള് വേസ്റ്റാക്കി. എന്താ അവള് പറഞ്ഞെന്നറിയോ? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പുത്ര, നീ സ്വന്തം ജനതയുടെ ഇടയിലേക്ക് വന്നപ്പം അവര് നിന്നെ തള്ളിക്കളഞ്ഞില്ലേ? ആ തള്ളിക്കളഞ്ഞപ്പം അവർക്ക് കൊടുത്തിട്ടും സ്വീകരിക്കാതെ വന്ന നന്മയുടെ ബാക്കിയുണ്ടെങ്കിൽ അത് തരാവോന്ന്. അർത്ഥം മനസ്സിലായോ? അങ്ങ് അവർക്ക് വിളമ്പിയിട്ട് അവര് വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ? അത് വല്ലതുണ്ടെങ്കിൽ തരാവോന്ന്. അവിടെ നിന്ന് യേശു അവിടെ നിന്നു. കർത്താവ് പറഞ്ഞു, മോളെ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. അടുത്തത് കേട്ടോളൂ, അടുത്ത വാക്ക് കേട്ടോളൂ. ക്ലാസ് അവസാനിച്ചു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. എന്താ പറയുന്നത് അറിയോ? നീ ആഗ്രഹിക്കുന്നത് നിനക്ക് സംഭവിക്കട്ടെ. അവളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് സംഭവിക്കട്ടെ. ചോദ്യം, അവൾ എന്താ ആഗ്രഹിച്ചത്? ആ മകൾക്ക് സുഖം വരണമെന്നല്ല. എന്നെ ആഗ്രഹിച്ചെന്നറിയോ? വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോണം. അങ്ങനെയല്ലേ വന്ന് പറഞ്ഞേ?
എൻ്റെ ഭവനത്തിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോണം, എൻ്റെ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോണം. നീ ആഗ്രഹിക്കുന്ന നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി. കൊച്ചേശുവിൻ്റെ അടുത്ത് വന്നോ? പറ, കൊച്ചേശുവിൻ്റെ അടുത്ത് വന്നോ? യേശു ആ വീട്ടിലേക്ക് പോയോ? ഒന്നും സംഭവിച്ചില്ല. കൊച്ചേശുവിൻ്റെ അടുത്ത് വന്നില്ല, യേശു ആ വീട്ടിൽ ചെന്നില്ല. ഒരമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എൻ്റെ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങണം. അപ്പോൾ പ്രാർത്ഥന കേട്ടു. ഈ പള്ളിയിൽ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒത്തിരി പ്രിയപ്പെട്ടവർ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റാതെ, ഒരു ധ്യാനം കൂടാൻ പറ്റാതെ, ഒരു കുർബാന കൂടാൻ പറ്റാതെ സ്വന്തം ജീവിതത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കും, അവിടെ വിടുതൽ നടക്കും. മറ്റൊന്ന്, മാതാപിതാക്കന്മാരോട്, ഇതിനകത്ത് മാതാപിതാക്കന്മാരാണ് കൂടുതൽ. മാതാപിതാക്കന്മാരോട് ഈ കാനാന്യ സ്ത്രീ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അവൾ മക്കളുടെ ജീവിതത്തിൽ പിശാച് പോകാൻ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് അവളുടെ മക്കൾക്ക് സൗഖ്യം കൊടുത്ത ദൈവം. മാതാപിതാക്കന്മാർ മക്കളെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പഠിക്കണം. മക്കളോട്, ഇവിടെ ഇരിക്കുന്ന മക്കളോട്, കുഞ്ഞുമക്കൾ, നാട്ടിലെ അപ്പനമ്മമാരുടെ മക്കൾ, ഇവിടെ ഇരിക്കുന്നവരോട്, നിങ്ങളോട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ഓർക്കണം. നോഹയുടെ കണ്ണുനീര്, നോഹയുടെ ശാപം കാനാന്യ വർഗത്തിന്റെ മൊത്തം ശാപത്തിന് കാരണമായി. ഇന്ന് അത് ഈ വിദേശത്തുള്ളവരോട് പറയുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്, എങ്കിലും ഞാനിതിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ES സിന്ധു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, ES സിന്ധു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരു കഥ എഴുതി മാതൃഭൂമി വരാന്തി പതിപ്പിൽ. ആ കഥയുടെ പേരിങ്ങനെയാണ്, രമേശൻ വർക്കിച്ചായൻ്റെ ആരാണ്. കഥ ഇങ്ങനെയാണ്. വർക്കിച്ചായൻ നാട്ടിലൊരു വലിയ മുതലാളിയാണ്. പുള്ളി ഒരു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു 14 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെയിലും കൊണ്ടുകൊണ്ട് ഭക്ഷണം റെഡി എന്നിങ്ങനെ സാധനം കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്ങനെ. ഇത് കണ്ടപ്പോൾ വർക്കിച്ചായൻ വണ്ടി നിർത്തി പുറകോട്ട് വന്നു. ഇവനിങ്ങനെ വെയിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഒന്നും മടിച്ചില്ല, ഒറ്റ അടിയും വെച്ച് കൊടുത്തു. എന്നിട്ട് ഇവൻ ബോധം കിട്ടും, താഴെ വീണ് എഴുതപ്പെടാം. അവൻ ചാടി എഴുന്നേറ്റ് കയറ വണ്ടിയിൽ. കഥ ചോദ്യമില്ല, ഓ വണ്ടി കയറി, മുമ്പിൽ കയറിയിരിക്കണം, മുമ്പിൽ കയറിയിരുന്നു. വർക്കിച്ചായൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നു. ഈ ചെറുക്കൻ കിടുകിട പറക്കുകയാണ്, പോയി കുളിച്ചിട്ട് പോടാ. കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു, ഇത് ഇട്ടു. അപ്പോൾ സാറേ എന്തിനാ എന്നെ തല്ലി? അപ്പോൾ വർക്കിച്ചായൻ പറഞ്ഞ്, എനിക്ക് 2 ആൺപിള്ളേരുണ്ട്, 2 പേരും അമേരിക്കയിലാണ്. നീ ആ വെയിൽ കൊള്ളണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി, നീ എൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ വർക്കിച്ചായൻ്റെ കൂടെ രമേശൻ നിൽക്കാൻ തുടങ്ങി. റബ്ബർ തോട്ടത്തിൽ പോവും, അടയ്ക്കത്തോട്ടത്തിൽ പോവും, തെങ്ങും തോട്ടത്തിൽ പോവും. അങ്ങനെ രമേശൻ അവിടെ നിന്ന് വളർത്തി. രമേശൻ വളർന്ന് വലുതായി കല്യാണം കഴിച്ചു, ചെറിയൊരു വീട് വെച്ച് കൊടുത്തു. അങ്ങനെ ജീവിക്കുകയാണ്. ഒരു ദിവസം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കപ്പ് താഴെ പോയി വർക്കിച്ചായൻ മരിച്ചു. ബന്ധുക്കളിലെ ഓടി വന്നു. അവർ ചോദിച്ചു, മക്കളെ അറിയിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, അറിയിക്കണം. മൂത്തമാനെ വിളിച്ചു, അമേരിക്കയിലാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ പപ്പ മരിച്ചു പോയോ? ആ മരിച്ചു പോയി. അപ്പോൾ അവൻ പറഞ്ഞു, 900 സ്റ്റാഫുള്ള ഒരു കമ്പനിയുടെ CEO ആണ് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ വലിയ പ്രോജക്റ്റ് നിന്ന് പോകും. ഒരു കാര്യം ചെയ്യും, അപ്പൻ്റെ ശവടക്ക് നന്നായിട്ട് നടത്തുക. പിന്നെ ഒരു കാര്യം, ഏറ്റവും ഭംഗിയായിരിക്കണം, നാട് നീളെ തോരണം കെട്ടി ഗംഭീരമാക്കി ചെയ്യണം. വീഡിയോ എടുക്കാൻ മറക്കരുത്. ഞാനും കൂട്ടുകാരും കൂടെ ഇവിടെ പിന്നെ കണ്ട് കരഞ്ഞോളാം. അപ്പോൾ അവർ 2ാമത്തെ മകനെ വിളിച്ച്. അപ്പോൾ അവൻ്റെ ഭാര്യയാണ് എടുത്തത്. എന്തേ? അപ്പം മരിച്ചു. അയ്യോ ഇച്ചായന് അറിഞ്ഞ വിഷമോ. ഇച്ചായൻ അപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഇച്ചായൻ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയേക്കാണ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. മോളെ പറയണ്ട, ഇച്ചായനത് അറിഞ്ഞ വിഷമാവും, ഞങ്ങൾ പിന്നെ വന്നോളാം. സവാടക്ക് നന്നായിട്ട് നടത്തിക്കോ, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ മതി. ആരും വന്നില്ല. അങ്ങനെ ആളുകൾ പറഞ്ഞു, മക്കളിപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ വൈകുന്നേരം അടക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോർത്ത് തോളയിലിട്ടുകൊണ്ട് രമേശൻ തെങ്ങും തോട്ടത്തിൽ കൂടെ ഓടി വന്നു. ES സിന്ധു എഴുതിയിരിക്കുകയാണ്. കട്ടിലയിൽ വെള്ളം പുതപ്പിച്ച് കിടക്കുന്ന വർക്കിച്ചായൻ്റെ നെഞ്ചത്തേക്ക് രമേശൻ കമ്മണ് വീണിട്ട് ഒറ്റ നിലവിളി, എൻ്റെ അപ്പച്ചാ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഈ രമേശൻ വർക്കിച്ചായൻ്റെ ആരാണ്? ആരാ ആരാ? ജന്മം കൊണ്ടല്ല മക്കളാകുന്നത്, ജന്മം കൊണ്ടല്ല, ദൈവമക്കളാകുന്ന രീതിയും കൂടെ ഞാനിത് പറഞ്ഞത്. ആ സ്ത്രീ ഇസ്രായേൽ മകളായി മാറിയത് ഒരു പ്രവൃത്തിയിലൂടെ. നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർക്കണം, മക്കളെ ദൈവസന്നിധിയിൽ വളർത്തി പഠിപ്പിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ അമ്മയുടെയൊക്കെ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബം, ഞങ്ങളുടെ അമ്മയൊക്കെ വളരെ സാധാരണ കുടുംബത്തിലായിരുന്നു. അപ്പം അതിനകത്ത് വളരെ ക്ഷേമപ്പെട്ട ഒരു കുടുംബമുണ്ട്.
അവരെല്ലാം ഭയങ്കര ജോലിക്കാരാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ടീച്ചർമാരും മറ്റവരും മറിച്ചവരൊക്കെയാണ്. ഇതൊന്നും പുറത്തു പോയി പറയരുത്, ഞാനൊരു ആത്മീയ അറിവിന് വേണ്ടി. ഇന്ന് അവരൊത്തിരി മാനസാന്തരപ്പെട്ടു. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അടിയൊക്കെ തന്നിട്ട് സൺഡേ സ്കൂളിൽ വിടും. അപ്പോൾ ഇവരുടെ വീട്ടിലെ പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടില്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മ ചോദിച്ചു, ചേച്ചീൻ്റെ വീട്ടിലെ പിള്ളേരെന്ത് സൺഡേ സ്കൂളിൽ എന്നെ അടി പഠിപ്പിക്കണേ? നമ്മൾ സ്കൂളിൽ ഡാർവിൻ്റെ വലിയ വലിയ കാര്യം, അപ്പോൾ അമ്മച്ച് ഡാർവിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ മേല. അങ്ങനത്തെ കാര്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആദാമ് ഹവ്വ അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മണ്ടത്തര പഠിപ്പിക്കുന്ന സ്ഥലമല്ലേ സൺഡേ സ്കൂള്. ഞാൻ എൻ്റെ പിള്ളേരൊന്നും അവിടെ വിടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 3 മക്കളിൽ ഒരു പെൺകുട്ടി ഒഴികെ ബാക്കി 2 എണ്ണവും നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയി. കുടുംബജീവിതം തകർന്ന് ജീവിതത്തിൽ എങ്ങും എത്തിയില്ല. ഞങ്ങളെയൊക്കെ പണ്ട് സൺഡേ സ്കൂളിൽ വിട്ട് യേശുവേന്ന് വിളിച്ച് പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ പല അഴുക്ക് വഴി ചാടിയിട്ടും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് യേശുവിനെ മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്ക്, യേശുവിനെ മുറുകെ പിടിക്കണം. യേശു ക്രിസ്തു നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സകല പൈശാചിക കെട്ടുവഴിയും. കാനാന്യക്കാരുടെ വീട്ടിലേക്ക് യേശു വന്നപ്പോൾ ആ വീട്ടിലെ ബന്ധനം അഴിഞ്ഞെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, നമ്മുടെ ബന്ധനം അഴിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. നമ്മൾ ബാഹയിൽ വെച്ചാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥന. ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം ഒന്ന് മുട്ടുകുത്തുക, അല്ലാത്തവർ കസേരയിൽ ഇരിക്കുകയോ നിൽക്കുകയോ ഇതൊന്നും ചെയ്യുക. മുട്ടുകുത്താൻ പറ്റുന്നവർ മാത്രം, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഞാനിന്ന് പറഞ്ഞ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാനാന്യക്കാരി സ്ത്രീ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്നിട്ട് അവളുടെ ജീവിതത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന പൈശാചിക ശക്തിയെ മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചപ്പോൾ അവളെ മാനസാന്തരത്തിൻ്റെ ഇസ്രായേൽ ഗോത്രത്തിൽ ചേർത്ത് ആരാധിക്കുന്നവളാക്കി മാറ്റിയപ്പോൾ അവൾ ചെല്ലുന്നതിന് മുമ്പ് അവളുടെ വീടിനെ സുഖപ്പെടുത്തിയ ഒരു യേശുവുണ്ട്. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, അവൻ്റെ തിരുസന്നതിയിൽ മടക്കിയ ഒരു മുഴങ്കാലിനെയും അവൻ തട്ടി മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഴങ്കാലം മടക്കാൻ പറ്റുന്നവരെല്ലാം മുഴങ്കാലം മടക്കുക. എല്ലാം മുട്ടും മടങ്ങുന്നത് അവൻ്റെ മുമ്പിലാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക. നാട്ടിലുള്ള നിങ്ങളുടെ അപ്പനമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൽ രോഗികളുണ്ടാകാം, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നാട്ടിലുണ്ടാകാം, ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ 8 നോമ്പിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഇപ്പോൾ വീട്ടിലോ ജോലി സ്ഥലത്തോ ഉണ്ടാകാം, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൻ്റെ ബലിപീഠത്തോട് നിങ്ങൾ ചേർത്ത് കെട്ടിയ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് സകല പൈശാചിക കെട്ടുമഴിയണമേ. എൻ്റെ ഭവനത്തിൽ നല്ല പൈശാചിക കെട്ടുമഴിയണമേ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടെ ഈ വിഷയങ്ങളോട് നമുക്ക് ചേർത്ത് വെക്കാം. മദ്യപാനം കൊണ്ട് തകർന്ന ജീവിതങ്ങൾ, മക്കളുടെ പഠനം, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ, ദൈവഭയം നഷ്ടപ്പെട്ട വീടുകൾ, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾ, ജോലി സ്ഥലത്ത് അസ്വസ്ഥത അനുഭവിക്കുന്നവർ, വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, കുടുംബത്തിൽ പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ കഴിയാതെ പിണങ്ങിക്കിടക്കുന്നവർ, കർത്താവേ, ഈ ഭവനങ്ങളിൽ നിന്നെല്ലാം തടസ്സങ്ങൾ മാറണമേ. പിശാചിന്റെ ആധിപത്യം മാറണമേ. അങ്ങേ തിരുസന്നിധിയിലേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൈകളൊന്ന് മലർത്തിപ്പിടിച്ച് മാതാവിൻ്റെ മധ്യസ്ഥതയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധ അമ്മേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ പ്രാർത്ഥന വിഷയം ദൈവം സ്വീകരിക്കാൻ ആ കാനാന്യക്കാരി സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് വീണതുപോലെ ഞാനും എൻ്റെ ജീവിതവും അങ്ങനെ ഭരമേൽപ്പിച്ച സകലതുമായി നിന്റെ തൃപ്പാദങ്ങളിലേക്ക് വരുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം അന്തോന്നിയാണ്. ഗായക സംഘം ഈരടി എന്ന് പാടുക. ആദ്യനും അന്ത്യനും എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. പിശാചിന്റെ കെട്ടഴിയട്ടെ. യേശു ഇങ്ങനെ പറയുന്ന നിന്റെ കാതുകളിൽ, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് സംഭവിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നീ ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന തിന്മയെ അഴിക്കുന്ന ഒരു സമയമായി ഇതിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ആദ്യനും അന്ത്യനും